ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക്ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 10th പ്രിലിംസിന് വേണ്ടിയുള്ള ഫിസിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് 2021 മുതൽ 26 വരെയുള്ള ഏകദേശം ഒരു 20ഓളം ചോദ്യ പേപ്പറുകളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ, ഒരൊറ്റ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു കുറച്ചധികം ടൈം ഉണ്ടാകും. മാക്സിമം നിങ്ങൾ ഈ ഒരു ക്ലാസ് നന്നായിട്ട് ഫോളോ ചെയ്ത് ബാക്കി കണക്റ്റഡ് ഫാക്ട്സ് ഒക്കെ ഒന്ന് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ഫിസിക്സ് പ്ലസ് കെമിസ്ട്രി എന്ന് പറയുന്ന ആ ഒരു 10 മാർക്കിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു 8 അല്ലെങ്കിൽ ഒരു 7 മാർക്ക് വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. കാര്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഈ ഒരു പാറ്റേൺ, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് പരീക്ഷയ്ക്ക് കൂടുതലായിട്ട് ചോദിക്കുന്നതെന്ന് മനസ്സിലാകും. അതേപോലെ തന്നെ SCRT ഉൾപ്പെടുത്തിയാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നത്. SCRT ബന്ധപ്പെട്ട ആദ്യത്തെ കുറച്ചധികം ക്വസ്റ്റ്യൻസിന് ഞാൻ SCRTയിലെ ആ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ കട്ടിങ്സ് വെക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് റിപ്പീറ്റഡ് ആണ്. പിന്നെ അതുകൊണ്ട് ഞാൻ അതിലെല്ലാത്തിലും ആഡ് ചെയ്യുന്നില്ല, ആദ്യത്തെ കുറച്ച് ക്ലാസ്സുകൾക്ക് മാത്രം. അപ്പൊ എന്തായിരിക്കും, ആദ്യത്തെ ആ ഒരു കുറച്ച് ടോപ്പിക്കുകൾക്ക് നമുക്ക് അധികം സമയം വേണ്ടി വരും. പിന്നീട് അങ്ങോട്ടേക്ക്, അതായത് ഒരു കുറച്ചധികം ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പിന്നെ നമുക്ക് പെട്ടെന്ന് ആൻസർ നമുക്ക് പറഞ്ഞു പോകാവുന്ന പരുവത്തിലേക്ക് നിങ്ങൾ എത്തണം. ഓക്കെ, അപ്പൊ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിപ്പോ ഒരു 2 മണിക്കൂറാണ് ക്ലാസ് എങ്കിൽ, ഇപ്പൊ ഞാൻ ക്ലാസ് എടുത്തു തുടങ്ങുവാണ്, എത്ര നേരം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. 2 മണിക്കൂറാണ് ക്ലാസ് എങ്കിൽ ആദ്യത്തെ ഒരു 1/4 മണിക്കൂർ നിങ്ങളൊന്നും വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പറയുമ്പോൾ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഏത് തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഏത് തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ. 10th പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മളെല്ലാം എടുത്തിരിക്കുന്നത്. അപ്പൊ പഠിച്ചു വെച്ചോ, ഏതാണ്? ഖരത്തിലൂടെയാണ്. അതിന്റെ ഓർഡർ പഠിച്ചു വെച്ചോ. എങ്ങനെയാണ്? ഖരം, അതേപോലെ തന്നെ ഖരം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ഖരം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലും കുറവാണ് എന്തില്? ദ്രാവകം. ഏറ്റവും കൂടുതലാണ് ഖരത്തില്, അതിലും കുറവാണ് എന്ത്? വാതകം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഓർഡർ. ഏറ്റവും കൂടുതൽ വേഗത എവിടെയാണ്? ഖരത്തിനാണ്. അതിൽ കുറവാണ് ദ്രാവകത്തില്, അതിൽ കുറവാണ് എന്ത്? വാതകത്തിൽ വരുന്നത്. നോക്കിക്കേ, കണ്ടോ? ഖരം, അലൂമിനിയത്തിന്റെ ശബ്ദത്തിന്റെ വേഗത എന്ന് പറയുന്നത് ഇത് SCRT ടെക്സ്റ്റ് ബുക്കിലെ തന്നിരിക്കുന്ന സെയിം പിക്ചർ ആണ്. 7ാം ക്ലാസ്സിലെയോ 8ലെയോ ചാപ്റ്റർ ആണ്. 6423 അലൂമിനിയം ത്തിനാണ്. സ്റ്റീൽ വരുമ്പോൾ കണ്ടോ, ദ്രാവകം വരുമ്പോൾ അതിലും കുറഞ്ഞു, വാതകം വരുമ്പോൾ അതിലും കുറവാണ്. നോർമലി നമ്മൾ വായുവിന്റെ പഠിക്കുന്നത് 343 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് 347 ആണ്. പഠിച്ചു വെച്ചോളണം. അപ്പൊ നമുക്കറിയാം, ശബ്ദം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന്റെ കംപ്ലീറ്റ് മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഒന്ന് കയറി കണ്ടു നോക്കി കഴിഞ്ഞാൽ ആ ശബ്ദം എന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്കറിയാം ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്താവശ്യമാണ്? മാധ്യമം ആവശ്യമാണ്. അതുകൊണ്ടാണ് ശൂന്യതയിൽ എന്തില്ല? വായുവില്ല. അവിടെ ഒരു മാധ്യമം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ബഹിരാകാശ സഞ്ചാരികളൊക്കെ ഉപയോഗിക്കുന്നത്? റേഡിയോ. പരസ്പരം സംസാരിക്കാൻ, തൊട്ടടുത്ത് നിന്ന് സംസാരിക്കാൻ പോലും അവര് റേഡിയോ പോലുള്ള അവരുടെ ഒരു പ്രത്യേക എക്യുപ്മെന്റ്സ് ഉണ്ട്, അത് ഉപയോഗിക്കുന്നത്. അപ്പൊ പഠിച്ചു വെച്ചോ, ഏത് തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഖരത്തിലൂടെയാണ്. നെക്സ്റ്റ് നോക്കാം. പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? അപ്പൊ പഠിച്ചു വെച്ചു എന്തൊക്കെയാണ് പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? പ്രവൃത്തിയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്. ഇത് SI യൂണിറ്റിൽ പറയുമ്പോൾ എന്താണ്? ജൂൾ എന്നറിയപ്പെടുന്നു. എന്താണ് പ്രവൃത്തി? ജൂൾ. ആരാണ്? ജെയിംസ് പ്രെസ്കോട്ട് ജൂളിനോടുള്ള ആദരസൂചകമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏതിന് ജൂൾ എന്നൊരു പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്താണ് പ്രവൃത്തി? അതേപോലെ തന്നെ ഊർജം. ഓക്കെ, പ്രവൃത്തി, ഊർജം, താപോർജം. ഇതിന്റെ മൂന്നിന്റെയും താപോർജം. ഓക്കെ, ഇതിന്റെ മൂന്നിന്റെ താപനിലയല്ല കേട്ടോ, താപവും താപനിലയും തമ്മിൽ വ്യത്യാസമുണ്ട്. താപോർജം, ഇതിന്റെ മൂന്നിന്റെയും യൂണിറ്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? ജൂളിൽ പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളാണ്. അങ്ങനെയാണെങ്കിൽ ഊർജത്തിന്റെ യൂണിറ്റും എന്താണ്? ഇവിടെ ജൂൾ തന്നെയാണ്. അപ്പൊ പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന ഏതിനാണ്? ഊർജമാണ്. ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തുന്നത്? സ്റ്റോറേജ് ബാറ്ററിയിൽ എന്താണ് നടക്കുന്നത്? അവിടെ കുറെ കെമിക്കൽ റിയാക്ഷൻസ് അല്ലേ? സോ അവിടെ നടക്കുന്ന എന്താണ്? രാസഫലമാണ്. രാസഫലം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം.
ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഗുരുത്വാകർഷണ ബലം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് ചന്ദ്രനിൽ വരുന്നത്? അത് 1.62 m/s² ആണ്. പഠിച്ചു വെച്ചോളണം. ചന്ദ്രനിൽ എത്രയാണ്? 1.62 m/s². നമുക്കറിയാം ഭൂമി എന്ന് പറയുന്നതിന്റെ ഷേപ്പ് എന്താണ്? ജിയോയിഡ് അല്ലേ? അതായത് ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നും അല്ലെ, ഇവിടെ ഇങ്ങനെ പുറത്തേക്ക് ഉന്തിയുമാണ് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഇത് വരുന്നത്. ഇനി ധ്രുവപ്രദേശങ്ങളിലെ ജിയുടെ മൂല്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലാണ്. 9.83 ആണ് വരുന്നത്. ഇവിടെ ഭൂമധ്യരേഖയിലേക്ക് വരുമ്പോൾ ജിയുടെ മൂല്യം എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. 9.78 ആണ് വരുന്നത്. അതായത് ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് പോകുമ്പോൾ ജിയുടെ മൂല്യം കുറഞ്ഞു വരുന്നു. പഠിച്ചു വെക്കേണ്ട പോയിന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കയറി ചോദിക്കാം. ഓക്കെ, ഇതേ നോക്കിക്കേ ഉണ്ടോ? ചന്ദ്രനിലെ ഗുരുത്വാകർഷണം, ചന്ദ്രന്റെ മാസം എന്ന് പറയുന്നത് എത്രയാണിത്? ചന്ദ്രനിലെ ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് 1.62 m/s² ആണ്. തന്നിരിക്കുന്ന ടോപ്പിക്കാണ്. ടെക്സ്റ്റ് ബുക്ക് അതേപോലെ തന്നെ ചോദിച്ചിരിക്കുകയാണ്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതെല്ലാം പറഞ്ഞതാണ് അല്ലെ. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് ആരാണ്? അത് ജെ തോംസൺ ആണ്. പ്ലം പുഡിംഗ്. റുദർഫോർഡ് എന്തായിരുന്നു? സോളാർ അല്ലെ, സൗരയൂഥ മാതൃക തന്നത് ആരാണ്? അത് റുദർഫോർഡ് ആണ്. സൗരയൂഥ മാതൃക, സോളാർ മോഡൽ അല്ലെ. ഇനി എന്താണ് ജെ തോംസൺ? എന്താണ് പ്ലം പുഡിംഗ് അഥവാ വാട്ടർമെലൺ മോഡൽ എന്ന് പറയും. ഇത് നോക്കിക്കേ, കണ്ടോ? ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക. ആറ്റത്തിന്റെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം ബോധ്യപ്പെട്ടപ്പോൾ ജെ തോംസൺ എന്ത് ചെയ്തു? പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചു. ഇതനുസരിച്ച് പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ ഇങ്ങനെ എന്താണ് വിന്യസിച്ചിരിക്കുകയാണ്. കണ്ടോ? ഗോളത്തിലെ ആകെ പോസിറ്റീവ് ചാർജുകളുടെയും ആകെ നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണവും തുല്യമായിരിക്കും. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ആറ്റം വൈദ്യുതപരമായിട്ട് നിർവീര്യമാണെന്ന് പറയുന്നത്. കുറെ കാര്യങ്ങൾക്ക് എന്താണ് ജെ തോംസൺ എന്ത് ചെയ്തില്ല? അതിനൊരു മറുപടി കൊടുക്കാനായിട്ട് പറ്റില്ല. അങ്ങനെയാണ് ഈ ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ എന്ത് ചെയ്യുന്നത്? റിജക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ ആരാണ്? ജെ തോംസൺ ആണ്. ചലിക്കം ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം. മൈക്രോഫോൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, മൈക്രോഫോണിൽ എന്തായിരിക്കും നടക്കുന്നത്? നമുക്കറിയാം, നമ്മൾ കൊടുക്കുന്ന ശബ്ദോർജത്തെ അത് എന്താക്കി മാറ്റുന്നുണ്ട്? വൈദ്യുതോർജമാക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ വൈദ്യുതോർജം ശബ്ദോർജമാക്കി മാറ്റുന്ന എന്താണ്? അത് നമ്മുടെ ലൗഡ് സ്പീക്കർ ആണ് അല്ലെ. നമ്മൾ സംസാരിച്ചു, ഞാൻ ഇവിടെ നിന്ന് മൈക്രോഫോണിലൂടെ സംസാരിച്ചു. അപ്പൊ എന്റെ ശബ്ദം ഇതിലൂടെ വൈദ്യുതി അയച്ചിരുന്നു. ആ വൈദ്യുതോർജം ഇങ്ങനെ പോയിട്ട് ഇവിടെ ഇരിക്കുന്ന സ്പീക്കറിലൂടെ എന്ത് ചെയ്യും? പുറത്തേക്ക് ശബ്ദമായിട്ട് വരും. വൈദ്യുതോർജം ശബ്ദോർജമായിട്ട് മാറുന്നത് അപ്പൊ എവിടെയാണ്? ലൗഡ് സ്പീക്കറിലാണ്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ സദിശളവുമുണ്ട് നമുക്ക് പഠിക്കാൻ, അതിശളവുമുണ്ട് അല്ലെ. ദിശ ചേർത്ത് പറയുന്നതിനെയാണ് നമ്മൾ സദിശളവ് എന്ന് പറയുന്നത്. കണ്ട, അളവിനോടൊപ്പം ദിശ കൂടി പ്രതിപാദിക്കേണ്ട അളവുകളെയാണ് സദിശളവുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ദിശ ആവശ്യമില്ലാത്ത അളവുകളെയാണ് അതിശളവുകൾ അഥവാ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സദിശളവ് എന്ന് പറയുന്നത്. പ്രവേഗം എന്ന് പറയുന്നത് ഒരു സദിശളവാണ്. ത്വരണം എന്ന് പറയുന്നത് ഒരു സദിശളവാണ്. പിന്നെ എന്താണ്? ആക്കം, ഇതൊക്കെ എന്താണ്? സദിശളവാണ്. ബലം സദിശളവാണ്. ഇതെല്ലാം സദിശമാണ്. എങ്കിൽ അതിശളവിന് ഉദാഹരണങ്ങളാണ് നമ്മുടെ ദൂരം വരും, അതേപോലെ സമയം വരും, പിന്നെ എന്താണ് വരുന്നത്? വേഗത വരും. ദൂരം, സമയം, വേഗത, പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? അതിശളവാണ്. പിന്നെ വ്യാപ്തം എന്താണ്? അതിശളവാണ്. അതേപോലെ സാന്ദ്രത, വിസ്തീർണം, ഇതെല്ലാം എന്താണ്? അതിശളവാണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? സദിശളവ്. ഇതാണ് സദിശം, വെക്ടർ ക്വാണ്ടിറ്റി. ഇതാണ് അതിശം എന്ന് പറയുന്നത്. അപ്പൊ സദിശളവ് ഏതാണ് വരുന്നത്? പ്രവേഗമാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് മഞ്ഞ നിറം ടാർട്ടസിൻ. പഠിച്ചു വെച്ചോ, മഞ്ഞ നിറം ടാർട്ടസിൻ. ഇൻഡിഗോ, കാർമൽ എന്തായിരിക്കും? ഇൻഡിഗോ നീല നിറമാണ്. എറിത്രോസിൻ, കാർമൂസിൻ എന്നൊക്കെ പറയും, അതൊക്കെ എന്താണ്? ചുവപ്പ് നിറത്തിനാണ്. എറിത്രോസിനൊക്കെ എന്താണ്? ചുവപ്പ് നിറമാണ്. വാനിലിൻ, വാനിലിൻ എന്താണ്? ഭക്ഷണത്തിന് ആ ഒരു മണം ലഭിക്കാനാണ് വാനിലിൻ, എസൻസ് എന്നൊക്കെ പറയത്തില്ലേ, സെയിം ഉപയോഗിക്കുന്നത്. അപ്പൊ മഞ്ഞ നിറം ടാർട്ടസിൻ. ഇൻഡിഗോ കാർമൈൻ നീലയാണ്. എറിത്രോസിൻ എന്താണ്? ചുവപ്പാണ്. ഓക്കെ,
ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ എന്ന് പറയുന്നത്? കലാമിൻ എന്തിന്റെ അയിരാണ്? കലാമിൻ സിങ്കിന്റെ അയിരാണ്. ഓക്കെ, കലാമിൻ സിങ്ക്. നോക്കിക്കേ, അലൂമിനിയത്തിന്റെ അയിരാണ് എന്താ? ബോക്സൈറ്റ്. പഠിച്ചു വെച്ചു. അലൂമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ്. ഇരുമ്പിന്റെ അയിര് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് വരും. കോപ്പറിന്റെ അയിരാണെങ്കിൽ എന്ത് വരും? കോപ്പർ പൈറൈറ്റിസ്, കോപ്പർ ഗ്ലാൻഡ്, കുപ്രൈറ്റ്. ഇതൊക്കെ എന്താണ്? കോപ്പറിന്റേതാണ്. കോപ്പറിന് നമുക്ക് ഈ പഠിക്കാൻ എളുപ്പമുണ്ട് അല്ലെ? കോപ്പർ, കുപ്രൈറ്റ് അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാം. സിങ്ക് ആണെങ്കിൽ സിങ്ക് ബ്ലെൻഡ്, കലാമിൻ വരും. ടിൻ ആണെങ്കിൽ കാസിറ്ററൈറ്റ് അഥവാ ടിൻ സ്റ്റോൺ എന്ന് പറയും. ഓക്കെ, അതേപോലെ ഗലീനയുണ്ട്, നമ്മുടെ മെർക്കുറി. അത് ഗലീനയാണ് വരുന്നത്. ഗലീന ലെഡ് ആണ്. ഗലീന എന്ന് പറയുന്നത് ലെഡിൻ്റെതാണ്. പിന്നെ സിന്നബാർ ആണ് മെർക്കുറി. സിന്നബാർ എന്താണ്? മെർക്കുറി, Hg മെർക്കുറിയുടേതാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെച്ചിരിക്കണം. നെക്സ്റ്റ് നോക്കാം. ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്? ഈ കെ കാണുമ്പോൾ നമുക്ക് കാൽഷ്യത്തിലേക്കും കാഡ്മിയത്തിലേക്കും ഒക്കെ പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. കെ എന്ന് പറയുമ്പോൾ എന്താണത്? പൊട്ടാസ്യം ആണ്. പൊട്ടാസ്യം, അതായത് കാലിയം എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് പൊട്ടാസ്യം എന്നൊരു വേർഡ്, അതിന് കെ എന്ന് പറയുന്ന ആ ഒരു പ്രതീകം ഉണ്ടാകുന്നത്. ഓക്കെ, സോഡിയം നാട്രിയം ആണ് അല്ലെ? സോഡിയം Na ആണ്. അതിനെന്താണ് നമ്മൾ പറയുന്നത്? നാട്രിയം എന്ന വേർഡിൽ നിന്നാണ് സോഡിയത്തിന് Na എന്ന് കിട്ടിയിരിക്കുന്നത്. ഉണ്ടോ? സോഡിയം ലാറ്റിൻ പേരെന്താണ്? നാട്രിയം ആണ്. ഓക്കെ, അതുകൊണ്ടാണ് Na വന്നത്. പൊട്ടാസ്യം എന്താണ്? കാലി. ഇപ്പൊ നമ്മൾ കാൽഷ്യം ഒക്കെ പറയും അല്ലെ? Ca, കാൽഷ്യം. അത് പറയുന്നത് സ്പെല്ലിംഗ് വെച്ചിട്ടാണ് വരുന്നത്. പക്ഷെ ഇവിടെയൊന്നും അങ്ങനെയല്ല കേട്ടോ. പിന്നെ എന്താണ്? കാലിയം എന്ന് പറയുന്ന ലാറ്റിൻ പേരിൽ നിന്നാണ് കെ എന്ന പ്രതീകം വന്നത്. ഇരുമ്പ് Fe ആണ്. എന്താണ്? ഫെറം എന്നാണ് അതിന്റെ ലാറ്റിൻ വേർഡ്. അതുകൊണ്ടാണ് അത് Fe ആയത്. സ്വർണം എന്താണ്? ഓറമാണ്, Au. കോപ്പർ എന്താണ്? കുപ്രമാണ്, Cu. ഉണ്ടോ? ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കുക. പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. ഓക്കെ, കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. ഇതിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് എങ്ങനെയാണ് ഒരു പ്രവൃത്തി പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് നോക്കണ്ടേ? നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഉണ്ടോ? ഒരു വസ്തുവിൽ ബലം പ്രയോഗിച്ചത് മൂലം ആ വസ്തുവിന്റെ ബലത്തിന്റെ ദിശയിലാണ് സ്ഥാനാന്തരം ഉണ്ടാകുന്നതെങ്കിൽ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തി എന്താണ്? പോസിറ്റീവ് ആണ്. അതായത് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇവിടെ നിന്ന് എന്റെ കയ്യിലിരുന്ന ഒരു കല്ല് ഞാൻ ഇങ്ങോട്ടേക്ക് എറിയുവാണ്. അപ്പൊ ഞാൻ ബലം പ്രയോഗിച്ചത് അങ്ങോട്ടാണ്, ആ കല്ല് പോയതും അങ്ങോട്ടാണ്. അപ്പൊ അതെന്താണ്? പോസിറ്റീവ് പ്രവൃത്തിയാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്തു? നമുക്ക് അടുത്തത് കണ്ട, കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. അതായത് ഇത് നമ്മുടെ ഭൂമിയാണ്. ഇവിടെ ഞാൻ ഇങ്ങനെ നിൽക്കുവാണ്. ഞാൻ എന്ത് ചെയ്തു? ഈ കല്ലെടുത്ത് ഞാൻ മുകളിലേക്ക് എറിഞ്ഞു. എറിഞ്ഞപ്പോ എന്റെ കൈ എന്താണ്? ഞാൻ പ്രയോഗിച്ച ബലം എന്താണ്? ആ കല്ലിന് പോസിറ്റീവ് ആണ്. പക്ഷേ ഈ ഭൂമി എന്താ ചെയ്യുന്നത്? ഭൂമി കല്ലിന് ഇങ്ങോട്ടേക്ക് വലിക്കും. അതിനെയാണല്ലോ നമ്മൾ ഭൂഗുരുത്വാകർഷണ ബലം. ഭൂമിയിലെ എല്ലാ വസ്തുക്കളെയും ഭൂമി വലിച്ചെടുക്കാനുള്ള ആ ഒരു പ്രവണതയുണ്ട്. അതിനെയാണ് നമ്മൾ ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. അപ്പൊ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? കല്ലിൽ ചെയ്യുന്ന ആ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? അത് നെഗറ്റീവാണ്. അപ്പൊ കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് അത് നെഗറ്റീവാണ്. എന്താ? ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിന് ബലത്തിന്റെ എതിർദിശയിലാണ് സ്ഥാനാന്തരം ഉണ്ടാകുന്നതെങ്കിൽ ഇങ്ങനെ എന്താണ്? ഇങ്ങോട്ടേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ കല്ല് മുകളിലോട്ടാ പോണത്. സ്വാഭാവികമായിട്ടും നെഗറ്റീവ് പ്രവൃത്തിയാണ്. കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. അതായത് ഞാനൊരു ഫോഴ്സ് കല്ലിന് കൊടുക്കുന്നുണ്ട്. ആ ഫോഴ്സ് കൊണ്ടാണ് ഞാൻ മുകളിലേക്കാണ് എറിഞ്ഞത്. സ്വാഭാവികമായിട്ട് കല്ല് മുകളിലോട്ട് തന്നെയാണ് പോകുന്നത്. അവിടെ എന്താണ്? അത് പോസിറ്റീവ് ആണ്. ഒരു വസ്തുവിനെ ഉയർത്തുമ്പോൾ ക്രെയിൻ വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലം എന്താണ്? ഇവിടെ ഇരിക്കുന്ന വസ്തുവാണ്. ഞാൻ ഈ ബലം എന്താണ്? ഇതിപ്പോ ഇങ്ങനെ ക്രെയിൻ ആണ്. ഈ ക്രെയിൻ കൊണ്ട് ഞാൻ ഇതിനെ മുകളിലേക്ക് പൊക്കുമ്പോൾ കല്ല് മുകളിലേക്ക് വരുന്നുണ്ട്, ആ വസ്തുവും മുകളിലേക്ക് വരുന്നുണ്ട്. സോ അവിടെ എന്ത് പ്രവൃത്തിയായിരിക്കും? പോസിറ്റീവ് പ്രവൃത്തിയാണ്. ക്രെയിൻ ഉപയോഗിച്ചൊരു വസ്തു ഉയർത്തുമ്പോൾ ഭൂഗുരുത്വാകർഷ ബലം വസ്തുവിൽ ചെയ്യുന്ന എന്തായിരിക്കും? നെഗറ്റീവ് അല്ലെ? ക്രെയിൻ ഉപയോഗിച്ച് ഞാനിത് പൊക്കുന്നു, ഭൂമി എന്ത് ചെയ്യുന്നു? അതിനെ തിരിച്ച് താഴേക്ക് വലിക്കുന്നു. തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി അല്ലെ? തേങ്ങ ഓൾറെഡി താഴേക്ക് വീഴുവാണ്. അപ്പൊ ഭൂഗുരുത്വാകർഷണ ബലം എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ ഒന്നുകൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് അല്ലെ? അപ്പൊ അത് നമ്മുടെ എന്താണ്? പോസിറ്റീവ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും വലിയൊരു സ്റ്റേറ്റ്മെന്റ് പരീക്ഷയ്ക്ക് ചോദിച്ചത് സെയിം SCRT-യിലെ പോയിന്റ് പോലും വ്യത്യാസമില്ലാണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത്
നെഗറ്റീവാണ്. തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? പോസിറ്റീവാണ്. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം എന്താണ്? പോസിറ്റീവാണ്. ഓക്കെ, ഇനി എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 1 മാത്രമാണ് പോസിറ്റീവ്, തെറ്റാണ്. 1 നെഗറ്റീവാണ്. തന്നിരിക്കുന്നവയിൽ 3 മാത്രമാണ് പോസിറ്റീവ്, അതും തെറ്റാണ്. തന്നിരിക്കുന്നവയിൽ 2ഉം 3ഉമാണ് എന്ത്? പോസിറ്റീവ് എന്ന് പറയുന്നത്. സോ 2ഉം 3ഉം പോസിറ്റീവാണ്. ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിഥ്യാ വസ്തുവിനേക്കാൾ ചെറുത് നിവർന്നത്. അപ്പൊ നമുക്കിവിടെ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് ഈ പറയുന്ന ദർപ്പണം എന്താന്നുള്ളത് നോക്കണം, അല്ലെ? നമുക്കറിയാം കോൺകേവ്, കേവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഗുഹയാണ്, അല്ലെ? കേവ്. അപ്പൊ എന്താണ്? ഇതാണ് കോൺകേവ് ദർപ്പണം എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മുഖ്യ അക്ഷമുണ്ട്, ഇവിടെ എന്തുണ്ട്? ഒരു എഫ് ഉണ്ട്, അല്ലെ? ഇവിടെ സി സെന്റർ ഓഫ് കർവേച്ചർ വരുന്നുണ്ട്. ഇതാണ് പി എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എഫിനും പിക്കും ഇടയിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന ലൈറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പോകേണ്ടത്? അത് കണ്ട, സിയിൽ നിന്ന് വന്നിട്ട് എന്താണ്? സിയിലൂടെ ഈ ഒബ്ജക്റ്റിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് ഇവിടെ വരും. എന്നിട്ട് എന്താണ്? ഇങ്ങനെ പാസ് ചെയ്ത് പോകും. ഇനി അതേപോലെ തന്നെ എന്താണ്? ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതാണെങ്കിൽ എഫിലൂടെ പാസ് ചെയ്ത് പോകും. ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പൊ ഇവിടെയും എന്താ? ഇതിങ്ങനെ ജോയിൻ ചെയ്ത് ശരിക്കും നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇമേജ് എന്ത് ചെയ്യുന്നുണ്ടോ? ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പഠിച്ചു വെക്കണം ആ ഇമേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. ഈ ഇമേജ് എന്ന് പറയുന്നത് വസ്തുവിനേക്കാൾ വലുതാണ്. അതായത് മിററിന്റെ അപ്പുറത്താണ് കിട്ടുന്നതെങ്കിൽ അവിടെ എന്താണത്? മിഥ്യാ പ്രതിബിംബം എന്ന് പറയാം. ഇനി നോക്കിക്കേ, ഇതും നിവർന്നതാണ്, ഇതും നിവർന്നു തന്നെയാണ് ഇരിക്കുന്നത്. നോർമലി നമുക്ക് കിട്ടുന്നത്, ഇപ്പൊ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമുക്ക് ഇതിന്റെ ഇങ്ങനെ കിട്ടും. ഇത് നമുക്കൊരു കോൺകേവ് ദർപ്പണമാണ്. ഇവിടെ എന്താണ് വരുന്നത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പറയാം സിക്കും അപ്പുറമാണ് എങ്കിൽ ഇത് നമ്മുടെ സി സെന്റർ ഓഫ് കർവേച്ചർ വരും. ഇവിടെയാണ് നമ്മുടെ ഫോക്കസ് എന്ന് വരുന്നത്. ഓക്കെ, സിക്കും അപ്പുറത്താണ് ആ ഇമേജ് വെച്ചിരിക്കുന്നതെങ്കിൽ ഇമേജ് ഇത് ഇങ്ങനെയാണ് പാസ് ചെയ്യുന്നത്, ഇങ്ങനെ കൂടി പോകുന്നത്. അതായത് ഈ മുഖ്യ അക്ഷത്തിന് പാരലായിട്ട് പോയി കഴിഞ്ഞാൽ അത് ഫോക്കസിലൂടെ കടന്നു പോകും. പിന്നെ എന്താണ് പറയുന്നത്? സിയിലൂടെ പാസ് ചെയ്യുന്നതാണ് എങ്കിൽ അത് സിയിലൂടെ തന്നെ തിരിച്ചും പോകും. ഇങ്ങനെയാണ് നമുക്ക് ആ ലൈറ്റ് പോകുന്നത്. അപ്പൊ നമുക്കിത് ഇവിടെ ഇങ്ങനെ കിട്ടും ഒരു ഇമേജ്. ഇതെന്താണ്? ഇത് നേരെയാണ്, ഇത് തലകീഴായതാണ്. കണ്ടോ, ഇത് നേരെയാണ്, ഇത് തലകീഴായതാണ്, ചെറുതാണ്. പിന്നെ എന്താ പറയുന്നത്? ഇത് ഏകദേശം എന്താണ്? വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും, തലകീഴായതായിരിക്കും, യഥാർത്ഥ പ്രതിബിംബമായിരിക്കും. എവിടെയാണോ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ആ സൈഡിൽ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനെ യഥാർത്ഥം എന്ന് പറയാം. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ് വരുന്നത്? വസ്തുവിനേക്കാൾ വലുതാണ്, മിഥ്യയാണ്, നിവർന്നതാണ്. മനുഷ്യരുടെ ശ്രവണപരിധി എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 20 ഹെർട്സിൽ താഴെയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിൽ മുകളിലുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 38 ഡിഗ്രി സെൽഷ്യസ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഡയറക്റ്റ് നമുക്കിതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. എന്താണ്? ആദ്യം നമുക്ക് കെൽവിനിലേക്ക് അല്ലെ, ഇത് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഫാരൻഹീറ്റിനെ എന്തിലേക്ക് മാറ്റണം? കെൽവിനിലോട്ട് മാറ്റണം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്നതിനെ ഫാരൻഹീറ്റിനെ ആദ്യം സെൽഷ്യസിലോട്ട് മാറ്റിയിട്ട് വേണം കെൽവിനിലോട്ട് മാറ്റാനായിട്ട്. അപ്പൊ ആദ്യം എന്താണ് സെൽഷ്യസിലോട്ട് മാറ്റാനായിട്ട് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് F-32 ഇൻറ്റു എന്താണ് 5/9 ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. F-32 ഇൻറ്റു 5/9. ഇവിടെ F എന്ന് പറയുന്നത് 98 ആണ്. 98 - 32 ഇൻറ്റു എത്ര വരും? 5/9 എന്ന് വരും. 98 - 32 എന്ന് പറയുമ്പോൾ 66 ഇൻറ്റു 5/9 വരും. അതായത് അപ്രോക്സിമേറ്റ്ലി ഇത് 36.6 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് 36.6 ഡിഗ്രി സെൽഷ്യസിനെയാണ്, അതായത് 98 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് 36.6 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് മനസ്സിലായി. ഇനി നമുക്കിതിനെ എന്തിലേക്ക് മാറ്റണം? കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യണം. കെൽവിനിലോട്ട് മാറ്റാനായിട്ട് എന്താ ചെയ്യേണ്ടത്? സെൽഷ്യസിനെ 273.15 കൊണ്ട് ആഡ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 309.82 എന്നാണ്. ഇവിടെ 36.67 ആണ് വരുന്നത്. 82 എന്ന് വരും. ഇതിനെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി എന്ത് പറയാം? 310 എന്ന് പറയാം. 310 കെൽവിൻ ആണെന്ന് കിട്ടി. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ,
നെക്സ്റ്റ് നോക്കാം, ചലനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ സമവാക്യങ്ങൾ. ഇത് ഏതൊക്കെയാണ് ചലനം? v ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ശരിയായതാണ് വേണ്ടത്. അപ്പൊ ഇത് യു പ്ലസ് എസ് ടി ആണ്, തെറ്റാണ്. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. ഇവിടെ യു വി ആണ് വന്നിരിക്കുന്നത്, സോ തെറ്റാണ്. ഇവിടെ യു പ്ലസ് എ ടി ആണ് ശരിയായിട്ട് വരേണ്ടത്. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ ടി, ഇതും തെറ്റാണ്. നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ്. ഇതിന് എന്താ ചെയ്തിരിക്കുന്നത്? ഈ ടു എസിന് ഇപ്പുറത്തേക്ക് എടുത്തു. അപ്പൊ ഇക്വേഷനോടെ മാറ്റമൊന്നും വരുന്നില്ല അല്ലെ, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണേ ഉള്ളൂ. അപ്പൊ ആൻസർ ഏതാണ്? ശരിയായ സമവാക്യം ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. പെട്രോൾ കാറിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം. പെട്രോൾ കാർ ആണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്തായിരിക്കും? പെട്രോളിൽ നമുക്കറിയാം അവിടെ നടക്കുന്നത് ഒരു രാസപ്രവർത്തനം അല്ലേ. അപ്പൊ എന്താണ്? രാസോർജം പെട്രോൾ മൂവ് ചെയ്യാനുള്ള ഗതികോർജമായിട്ട് മാറുന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ശരിയായ ക്രമീകരണം ഏതാണ്? സൂര്യഗ്രഹണം വരുമ്പോൾ നമുക്ക് സൂര്യഗ്രഹണവുമുണ്ട് ചന്ദ്രഗ്രഹണവുമുണ്ട്. അത് നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? സൂര്യഗ്രഹണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, എങ്ങനെയാണ്? സൂര്യഗ്രഹണം എങ്ങനെ വരും? സൂര്യഗ്രഹണം നമുക്കറിയാം, സൂര്യഗ്രഹണത്തിനും ചന്ദ്രഗ്രഹണത്തിനും നമ്മൾ സൂര്യനെ നമുക്ക് എന്ത് ചെയ്യണം? ഫിക്സ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയല്ലേ നമ്മൾ സൂര്യനെ വരയ്ക്കുന്നത്. സൂര്യനെ നമുക്ക് ഫിക്സ് ചെയ്യാം. ഇനി നമുക്ക് എന്താണ്? ചന്ദ്രനെയാണ് നമുക്ക് മാറ്റി കൊടുക്കേണ്ടത്. ചന്ദ്രനെയും ഭൂമിനെയുമാണ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ സൂര്യഗ്രഹണത്തിൽ എന്താണ്? സൂര്യനും ഭൂമിക്കും ഇടയിലാണ് നമ്മുടെ ചന്ദ്രൻ വരുന്നത്. ചന്ദ്രൻ, അതായത് ചന്ദ്രൻ വന്ന് നടുക്ക് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഭൂമിയിലേക്ക് എന്ത് ചെയ്തില്ല? ഇവിടെ നിന്ന് സൂര്യപ്രകാശം വന്ന് ചന്ദ്രനിൽ തട്ടും. അപ്പൊ നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. അപ്പൊ ഇവിടെ എന്താണ്? ഇതാണ് നമ്മുടെ ഭൂമി. അപ്പൊ നമുക്ക് സൂര്യനെ കാണാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് വരേണ്ടത്? ചന്ദ്രഗ്രഹണം സംഭവിക്കുമ്പോൾ നേരെ തിരിച്ചായിരിക്കും. അവിടെ എന്താണ്? എവിടെയാണ് നമുക്ക് എന്ത് വരുന്നത്? ഭൂമി വരും, ഇപ്പുറത്ത് എന്ത് വരും? ചന്ദ്രൻ വരും. ഓക്കെ, ഇതാണ് നമുക്ക് എന്താ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത്? ഏതാണ്? ചന്ദ്രൻ. ആരാണ്? ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നു. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം, ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല. ശരിയാണ്. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു. തെറ്റാണ്. ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളാണ്, H2 ആയിട്ടാണ് കാണപ്പെടുന്നത്. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി 2 മാത്രമാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. തന്നിരിക്കുന്നവയിൽ ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഐസോടോപ്പ്, ടോപ്പ് വേറെയാണ്, ടോപ്പ് മാസ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടോപ്പ് അപ്പൊ എന്താണ്? വ്യത്യസ്ത മാസ് നമ്പരും ഒരേ ആറ്റോമിക നമ്പരുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോടോപ്പ് എന്ന് പറയുന്നത്. ഐസോടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺ ഇതെല്ലാം നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ. ആറ്റോമിക സംഖ്യ 8 ആയത്. 8 ഏതിനായിരുന്നു? ഓക്സിജൻ ആണ് ആറ്റോമിക സംഖ്യ. അതേ കണ്ടോ, ഇത്രയും നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു വൃത്തിയായിട്ട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നതാണ്. ബോറോണിന്റെ ആറ്റോമിക നമ്പർ 5 ആണ്, കാർബൺ 6 ആണ്, നൈട്രജൻ 7 ആണ്. ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, നിയോൺ ഇത്രയും തന്നിട്ടുണ്ട്. അപ്പൊ ഇത് എന്ത് ചെയ്യണം? ഇത് 5 നിങ്ങൾ പഠിച്ചിരിക്കണം. നിയോൺ 10 ആണ്, ഫ്ലോറിൻ 9 ആണ്, ഓക്സിജൻ 8 ആണ്, നൈട്രജൻ 7 ആണ്, കാർബൺ 6, ബോറോൺ 5 ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്ര? ശുദ്ധജലമാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടാ, ശുദ്ധജലത്തിന്റെ pH മൂല്യം എന്ന് പറയുന്നത് 7 ആണ്. pH സ്കെയില് അല്ലെ. അതായത് നമുക്കറിയാം 0 മുതൽ 14 വരെയാണ് എന്ത് പറയുന്നത്? ഈ പറയുന്ന pH സ്കെയിലിൽ വരുന്നത്. ഉണ്ടാവും, ഇങ്ങനെയാണ് pH സ്കെയിൽ വരുന്നത്. ഇതിൽ 7 പറയുന്നത്, 7 എന്ന് പറയുമ്പോൾ നിർവീര്യമാണ്. നിർവീര്യ ലായനിയുടേതാണ് 7 എന്ന് പറയുന്നത്. അപ്പൊ ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നിർവീര്യ ലായനിയുടെ pH മൂല്യം ചോദിച്ചാൽ അത് 7 ആണ്. മണ്ണിന്റെയും മറ്റു പദാർത്ഥങ്ങളുടെയും അസിഡിക്ക്, ബേസിക് സ്വഭാവങ്ങളുടെ തോത് നിർണ്ണയിക്കുന്നത് അവയുടെ pH മൂല്യം കണക്കാക്കിയാണ്. ഡാനിഷ് ശാസ്ത്രജ്ഞനായ സൊറൻസൺ, പഠിച്ചു വെക്കണം, pH സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാണ്? സൊറൻസൺ ആണ്. ലൈനിലെ H+ അയോണിന്റെ ഗാഢത അടിസ്ഥാനമാക്കിയാണ് ഈ സ്കെയിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത്. pH 7ൽ കൂടുതലായാൽ അതിന് എന്ത് പറയും? നമുക്ക് ബേസ് അല്ലെങ്കിൽ ആൽക്കലി അല്ലെ, ആൽക്കലി എന്ന് പറയും. 7ൽ കുറവായാൽ എന്താണ്? അത് ആസിഡ് ആണ്. 7 എന്ന് പറയുമ്പോൾ അത് ന്യൂട്രൽ ആണ്. നമുക്ക് രക്തത്തിന്റെ ചോദിക്കാറുണ്ട്. ഏകദേശം 7.35 മുതൽ 7.45 വരെയാണ് രക്തത്തിന്റെ pH മൂല്യം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ശുദ്ധജലം 7 ആണ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആരാണ്? സൗരയൂഥ മാതൃക റുദർഫോർഡ് ആണ്. ജോൺ ഡാൾട്ടൺ എന്താണ്? പ്ലം പുഡിംഗ് മോഡലാണ് ജോൺ ഡാൾട്ടൺ വരുന്നത്.
സോറി, ജോൺ ഡാൾട്ടൺ അല്ല, ജെ തോംസൺ. ജെ തോംസൺ ആണ് പ്ലം പുഡിംഗ് മോഡൽ. ജോൺ ഡാൾട്ടൺ ആറ്റം മാതൃകയാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഏതാണ് ചോദിച്ചിരിക്കുന്നത്? കലാമിൻ. കലാമിൻ ഏതിൻ്റെതാണ്? കലാമിൻ കുറേ തവണ പറഞ്ഞു. കലാമിൻ എന്തിൻ്റെതാണ്? സിങ്ക് ആണ്. ഗലീന എന്തിൻ്റെതാണ്? ഗലീന ലെഡ് ആണ്, ലെഡ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് സിന്നബാർ. സിന്നബാർ എന്താണ്? മെർക്കുറി, Hg, മെർക്കുറി ആണ്. ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ പെടുന്നു? ഏത് ഗ്രൂപ്പാണ് ഉത്കൃഷ്ടവാതകങ്ങൾ? നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് 18ലാണ്. ഏതൊക്കെയാണ് വരുന്നത്? ഹീലിയം അല്ലെ, ഹീലിയം, നിയോൺ, ആർഗൺ, പിന്നെ ഏതാണ്? ക്രെപ്റ്റോൺ, സെനോൺ, റഡോൺ, ഒഗാനസോൺ. ഒഗാനസോൺ ആണ് നമ്മുടെ 118ാമത്തെ മൂലകമായിട്ട് കണ്ടുപിടിച്ചത്. ഒഗാനസൺ ആണ്. കണ്ടോ? ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളെ ഇത് പഠിച്ചു വെക്കണം, ചോദിക്കുന്നതാണ്. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളെ പറയുന്ന പേരാണ് ആൽക്കലി ലോഹങ്ങൾ. രണ്ടാം ഗ്രൂപ്പ് ആണെങ്കിൽ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. 3 മുതൽ 12 വരെയാണെങ്കിൽ സംക്രമണ മൂലകങ്ങൾ. ഇമ്പോർട്ടന്റ് ആണ്, വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം കേട്ടോ. ഇനി എന്താണ്? 13 ആണെങ്കിൽ ഈ 13, 14, 15, 16 ഒക്കെ നമ്മൾ അതിന്റെ ഫസ്റ്റ് വെച്ചിട്ട് ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് അതിനെ 13നെ ബോറോൺ കുടുംബം എന്നും 14നെ കാർബൺ എന്നും 15 നൈട്രജൻ എന്നും 16 ഓക്സിജൻ എന്നും പറയുന്നത്. 17ാം ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് ഹാലോജൻസ് എന്ന് പറയുന്നത്. 18 ആണെങ്കിൽ അതേതാണ്? ഉത്കൃഷ്ടവാതകങ്ങളാണ്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത്. ഓക്സിജന്റെ, ഹൈഡ്രജനും ഓക്സിജന്റെ മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജ്വലനത്തിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൃത്രിമ ശ്വസനത്തിൽ ഉപയോഗിക്കുന്ന ഓക്സിജൻ ആണ്. ബ്ലീച്ചിങ് പൗഡറിന്റെ നിർമ്മാണത്തിന് ഓക്സിജന്റെ ആവശ്യമില്ല. സോ ആൻസർ വരേണ്ടത് ഏതാണ്? അതായത് ഓക്സിജൻ ഡയറക്റ്റ് ആയിട്ടല്ല അവിടെ യൂസ് ചെയ്യുന്നത്. ഭക്ഷ്യവസ്തുക്കളിൽ ചുവപ്പ് നിറം, നമ്മൾ നേരത്തെ പറഞ്ഞ ചുവപ്പ് നിറം ഏതായിരുന്നു? അല്ലെ, ഇവിടെ ടാർട്രസിൻ എന്താണ്? മഞ്ഞയാണ്. ഇൻഡിഗോ കാർമൈൻ എന്താണ്? നീലയാണ്. എറിത്രോസിൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു അവിടെ മറ്റൊന്നു കൂടി ഉണ്ട്, കാർമോയിസിൻ. കാർമോയിസിനും എന്താണ്? ചുവപ്പ് നിറം നൽകുന്നതാണ് കാർമോയിസിൻ എന്ന് പറയുന്നത്. ഒരു വസ്തുവിനെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം, ഞാൻ സ്വന്തം അക്ഷത്തിൽ ചലിക്കുന്നു, അതിനെ എന്ത് പറയുന്നു? ഭ്രമണചലനം എന്ന് പറയുന്നു. ഭൂമിയുടെ സ്വന്തം അക്ഷത്തിൽ സ്വയം ചലിക്കുന്നതിനെയാണ്, സ്വയം കറങ്ങുന്നതിനെയാണ് ഭ്രമണമെന്നും, ഭൂമി സൂര്യനെ ചുറ്റും കറങ്ങുന്നതിനെ പരിക്രമണം എന്ന് പറയുന്നു. അല്ലെ, നേർരേഖാചലനം നമുക്കറിയാം അല്ലെ, നേരെ പോകുന്നതാണ്. വർത്തുള ചലനം വട്ടത്തിലാണ്. ദോലനം എന്ന് പറയുമ്പോൾ എന്താണ്? ദേ ഇങ്ങനെ ഇരിക്കുന്ന സാധനം ഇങ്ങനെ 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 കറങ്ങത്തില്ലേ? ഇപ്പൊ സിമ്പിൾ പെൻഡുലം ദോലനമാണ് ചെയ്യുന്നത്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആര്? രാകേഷ് ശർമ്മ. ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ആര്? ഇന്ത്യൻ വനിത ചോദിച്ചു കഴിഞ്ഞാൽ അത് കൽപ്പന ചൗളയാണ്. ആദ്യത്തെ ബഹിരാകാശം നടത്തിയ ആദ്യത്തെ മനുഷ്യൻ, ആദ്യത്തെ അല്ലെ ഫസ്റ്റ് മാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് യൂറി ഗഗാറിനാണ്. ഫസ്റ്റ് വുമൺ ചോദിച്ചു കഴിഞ്ഞാൽ അത് വാലന്റീന തെരഷ്കോവയാണ്. ഫസ്റ്റ് ഇന്ത്യൻ വനിത ചോദിച്ചാലാണ് അത് ആര് വരുന്നത്? കൽപ്പന ചൗള വരുന്നത്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് അതിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനം. അല്ലെ, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് ചെറിയൊരു ഡീവിയേഷൻ ഉണ്ടാകും. അതിനെ പറയുന്ന പേരാണ് എന്ത്? അപവർത്തനം. എന്താണ്? റിഫ്ലക്ഷൻ. ഓക്കെ, അപവർത്തനം. വിസരണം എന്താണ്? വിസരണം നമുക്കറിയാം, ഈ പൊടിപടലങ്ങളൊക്കെ തട്ടി ഇങ്ങനെ തെറിച്ച് പോകത്തില്ലേ, അതിനെയാണ് നമ്മൾ വിസരണം എന്ന് പറയുന്നത്. ഈ വിസരണമാണ് നമ്മുടെ ആകാശ നീലിമയ്ക്ക് കാരണം, അതേപോലെ കടലിന്റെ നീല നിറത്തിന് കാരണം. ഇതൊക്കെ വിസരണമാണ്. പ്രതിപതനം എന്താണ്? റിഫ്ലക്ഷൻ. നമ്മൾ പ്രതിബിംബം കാണില്ലേ, റിഫ്ലക്ഷൻ, അതിനെയാണ്. പ്രകീർണനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ധവളപ്രകാശം കടത്തിവിടുമ്പോൾ അത് അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് വേർപിരിയുന്ന പ്രതിഭാസത്തെയാണ് പ്രകീർണനം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനം അറിയപ്പെടുന്നത് അപവർത്തനമാണ്. ചുവടെ നൽകിയിരിക്കുന്നതിൽ താപപ്രേക്ഷണ രീതികളിൽ ഉൾപ്പെടാത്തത്. ചാലനം, സംവഹനം, വികിരണം, ബാഷ്പീകരണം. പഠിച്ചു വെച്ചു ബാഷ്പീകരണം. അപ്പൊ നമുക്ക് നോക്കണ്ടേ എന്താണ് ചാലനം, എന്താണ് സംവഹനം, എന്താണ് വികിരണം. എന്താ? താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് എന്ത്? താപപ്രേക്ഷണം എന്ന് പറയുന്നത്. ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ്. അതിൽ ചാലനം, കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഹക്കമ്പിയുടെ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിച്ച് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇത്തരത്തിൽ താപം കൈമാറി പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് എന്ത് പറയുന്നത്? നമ്മുടെ ചാലനം. അതായത് ഇത്രയുള്ള സംഭവം. നമുക്ക്
നമ്മൾ അടുക്കളയിൽ കയറിയിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് അടുപ്പയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ തുമ്പത്ത് കൈ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോൾ ആ ചൂട് വന്ന് ഇവിടെയും നമുക്ക് കൈ പൊള്ളും. അതായത് ശരിക്കും ഇവിടുത്തെ മോളിക്യൂൾസ് ഓടി ഇവിടെ വന്ന് തരുമല്ല, അവിടെ ശരിക്കും എന്താണ്, അവിടെ തന്മാത്രകൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല. അതായത് ഇങ്ങനെ ക്ലോസ്ലി പാക്ഡ് ആണ് ആറ്റങ്ങൾ അല്ലെ, എല്ലാ തന്മാത്രകളും ഇങ്ങനെ ക്ലോസ്ലി പാക്ഡ് ആണ് ഖരത്തില്. അപ്പൊ എന്ത് ചെയ്യും, ഇത് ചൂടാകുമ്പോൾ ആ ചൂട് അത് ഇതിന് കൊടുക്കും, ഇത് ചൂടാകുമ്പോൾ ആ ചൂട് അത് ഇപ്പുറത്തേക്ക് കൊടുക്കും, അങ്ങനെയാണ്. അപ്പൊ അതിനെ പറയുന്ന പേരാണ് കണ്ടക്ഷൻ അഥവാ ചാലനം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സംവഹനം എന്ന് പറയുന്നത്? വാതകങ്ങളിലും ദ്രാവകങ്ങളിലും ഒക്കെ തന്മാത്രകളുടെ സ്ഥാനമാറ്റം. അതായത് നമ്മളിപ്പോ ഒരു ബീക്കറിൽ നമ്മൾ വെള്ളം വെച്ചു, ഈ വെള്ളം നമുക്ക് വെക്കുമ്പോൾ നമുക്കറിയാം ഇത് ഇങ്ങനെ കുറെ ബബിൾസ്, അതായത് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് എന്ത് വരുന്നത്, അവിടെ ചൂടാകുന്നത്. അതിനെയാണ് നമ്മൾ സംവഹനം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് വികിരണം? നമുക്കറിയാം സൂര്യപ്രകാശം, നമുക്കറിയാം സൂര്യൻ എന്ന് പറയുന്നത് അങ്ങ് ദൂരെ നിൽക്കുവാണ്, നമുക്കറിയാം അതിന്റെ ഇടക്ക് ബഹിരാകാശമുണ്ട്, അവിടെ മാധ്യമം ഒന്നും ഇല്ല എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ എന്നിട്ടും സൂര്യനിൽ നിന്നുള്ള ചൂട് നമുക്ക് നമ്മുടെ ഇവിടെ നിൽക്കുന്ന ഒരാളിലേക്ക് ആ ചൂട് കിട്ടുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? മാധ്യമത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ അവിടെ ഉണ്ടാകുന്ന സൂര്യപ്രകാശത്തിൽ ഉണ്ടാകുന്ന ആ ഒരു താപം നമ്മളിലേക്ക് എത്തുന്നു. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് എന്ത് പറയുന്നത്? വികിരണം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ വികിരണം വഴി എല്ലാ ദിശയിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്? താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നു. സൂര്യന്റെ താപം ഭൂമിയിലേക്ക് എത്തുന്നത് ഏത് പ്രോസസ്സിലൂടെയാണ്? ഈ പറയുന്ന ഏതാണ്? വികിരണം വഴിയാണ്. അതായത് എന്താണ്? ഇരുണ്ടതോ പരുപരുത്തതോ ആയ പ്രതലങ്ങളെക്കാൾ വെളുത്തതോ മിനുസമുള്ളതുമായ പ്രതലങ്ങൾ എന്താണ്? വികിരണ താപത്തെ കൂടുതൽ പ്രതിഫലിപ്പിക്കും. നമുക്കറിയാം നല്ല തിളങ്ങുന്നതൊക്കെ ആണെങ്കിൽ നന്നായിട്ട് അത് പ്രതിഫലിക്കത്തില്ല, എത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ എന്തൊക്കെയാണ് താപ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ, ചാലനം, സംവഹനം, വികിരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതും കൂടി പഠിച്ചു വെച്ചോ. ഈ താപീയ വികാസം, അതായത് നമുക്ക് പറയാം എല്ലാത്തിനെയും ചൂടാക്കുമ്പോൾ അത് വികസിക്കുകയും തണുപ്പിക്കുമ്പോൾ സങ്കോചിക്കുകയാണെന്ന് ഓർത്തിരിക്കുക. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കയറി ചോദിക്കാം. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും തരുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ദ്രാവകങ്ങൾ ചൂടാക്കുമ്പോൾ വികസിക്കുന്നു, തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തരുവാണ്, വാതകങ്ങൾ ചൂടാക്കുമ്പോൾ സങ്കോചിക്കുന്നു, തണുപ്പിക്കുമ്പോൾ വികസിക്കുന്നു. അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് പഠിച്ച് ഓർത്തിരിക്കണം. അതായത് ഖരമായിക്കോട്ടെ, ദ്രാവകമായിക്കോട്ടെ, വാതകമായിക്കോട്ടെ, എല്ലാ സ്ഥലത്തും താപം ലഭിക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അത് വികസിക്കുകയും താപം പോകുമ്പോൾ, തണുക്കുമ്പോൾ അവിടെ എന്താണ് ചെയ്യുന്നത്? സങ്കോചിക്കുകയുമാണ്. ഓക്കെ, ഇനി അതിന്റെ ഒപ്പം തന്നെ പഠിച്ചു വെക്കേണ്ട ഒരു പോയിന്റ് ആണ് കടൽക്കാറ്റും കരക്കാറ്റും. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. കടൽക്കാറ്റ് എന്ന് പറയുമ്പോൾ ജലത്തേക്കാൾ വേഗത്തിൽ കര ചൂട് പിടിക്കുകയും തണുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പകൽ സമയങ്ങളിൽ കരയ്ക്ക് കടലിനേക്കാൾ എന്താണ്? ചൂട് കൂടുതലായിരിക്കും. അതായത് പകൽ സമയങ്ങളിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമ്മുടെ കരയിൽ നന്നായിട്ട് സൂര്യൻ അല്ലെ ചൂടടിക്കുമ്പോൾ കര നന്നായിട്ട് ചൂടാകും. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് മുകളിലോട്ട്, ഇവിടത്തെ ചൂട് വായു മുകളിലേക്ക് പോകുമ്പോൾ ഈ കടലിൽ നല്ല തണുത്താണല്ലോ കിടക്കുന്ന, ഈ തണുത്ത വായു നമുക്ക് ഇങ്ങോട്ടേക്ക് വീശിക്കൊണ്ടിരിക്കും, കടലിൽ നിന്ന് കരയിലോട്ട്. നിങ്ങളത് ഓർത്തിരിക്കുക. കടൽ കാറ്റ്, ആ പേര് തുടങ്ങുന്ന എവിടെ നിന്നാണ്? കടലിൽ നിന്നല്ലേ. അപ്പൊ ആ കാറ്റ് എവിടെ നിന്നായിരിക്കും വീശുന്നത്? കടലിൽ നിന്ന് കരയിലോട്ടായിരിക്കും. കരക്കാറ്റ്, കരയിൽ നിന്നല്ലേ തുടങ്ങുന്ന കരക്കാറ്റ്, കരാക്കാറ്റ് എന്ന് പറയുമ്പോൾ എന്താണോ അതിന്റെ പേര് അവിടെ നിന്നാണ് നമുക്ക് കാറ്റ് വീശുന്നത്. കരക്കാറ്റ് എന്ന് പറയുമ്പോൾ കരയിൽ നിന്ന് കടലിലോട്ടായിരിക്കും. താഴ്വരക്കാറ്റ് താഴ്വരയിൽ നിന്ന് മുകളിലേക്കായിരിക്കും. പർവ്വതക്കാറ്റ് പർവ്വതത്തിൽ നിന്ന് താഴ്വരയിലോട്ടായിരിക്കും. അങ്ങനെ എപ്പോഴും ഓർത്തിരിക്കണം കേട്ടോ. നോക്കിക്കേ, അപ്പൊ അതാണ് നമ്മൾ എന്ത് പറയുന്നത്? കരക്കാറ്റ്. അപ്പൊ കടൽക്കാറ്റ് എന്ന് പറയുന്നത്. കരക്കാറ്റ് എന്തായിരിക്കും? കരയിൽ നിന്ന് കടലിലോട്ടാണ് കരക്കാറ്റ് എപ്പോഴും. അത് നമുക്കിനി രാവിലെയാണോ പകലാണോ രാത്രിയാണോ എന്നൊരു ഡൗട്ട് വരരുത്. നമുക്കറിയാം നമ്മൾ രാവിലെ സമയങ്ങളിലൊക്കെയാണ് ഈ പറയുന്ന കടലിന്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം നന്നായിട്ട് കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പകൽ സമയത്താണ് എന്ത് വരുന്നത്? കടൽക്കാറ്റ് വരുന്നത്. ഇനി കരക്കാറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? രാത്രി സമയമാകുമ്പോഴേക്കും കര പെട്ടെന്ന് തണുക്കും. കടലിൽ എന്താണ്? കടലിൽ ആ ഒരു ചൂട് എങ്ങനെ നിൽക്കും. അപ്പൊ എന്താണ്? കടലിലെ മുകളിൽ വായു എന്താണ്? ചൂട് പിടിച്ച വായു മുകളിലേക്ക് പോകുമ്പോൾ കരയിൽ നിന്ന് തണുത്ത കാറ്റ് കടലിലോട്ട് വീശിക്കൊണ്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കരക്കാറ്റും കടൽക്കാറ്റും എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണേ. പാരമ്പര്യ ഇതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം. പാരമ്പര്യ ഇതരം എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ മീനിങ്? നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതല്ല. ഓക്കെ, കൽക്കരി, പെട്രോള്, നമ്മുടെ ഭൂമിയുടെ അടിയിൽ നിന്ന് കിട്ടുന്ന എന്ത് സാധനങ്ങളും വർഷങ്ങളോളം ഭൂമിയുടെ അടിയിൽ കിടന്ന് നമുക്ക് കിട്ടിയ സാധനങ്ങളാണ്. അപ്പൊ പാരമ്പര്യ ഇതരം എന്ന് പറയുമ്പോൾ ഇവിടെ ഏതായിരിക്കും വരേണ്ടത്? പാരമ്പര്യ ഇതര ഊർജ്ജ സ്രോതസ്സുകളായിട്ട് കാറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? പാരമ്പര്യമായിട്ട് വർഷങ്ങളായിട്ട് ഉണ്ടാവുന്നതാണോ? അല്ല. പാരമ്പര്യ ഇതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ അത് കാറ്റും
തിരമാലയുമാണ്. 1ഉം 2ഉമാണ് ആൻസർ. ഇതൊക്കെ എന്താണ്? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ഐസോടോപ്പുകളുടെ ജോഡി കണ്ടെത്തുക. ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക, ഒരേ ആറ്റങ്ങളാ അല്ലെ, ഒരേ മൂലകങ്ങളായിരിക്കണം. സോ ഇവിടെ വ്യത്യസ്ത മൂലകങ്ങൾ ഉള്ളതങ്ങ് കട്ട് ചെയ്തോ, ഒന്നും നോക്കണ്ട. ആൻസർ എന്താണ്? ഒരേ മൂലകങ്ങളുടെ അല്ലെ, എന്താണ് പറയുന്നത്? വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് കാർബൺ 12ഉം കാർബൺ 14ഉമാണ് ഐസോടോപ്പ് ആയിട്ട് വരുന്നത്. ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ ഏതൊക്കെയാണ്? പ്രൊട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. H11, H12, H13. അതിൽ ചോദിച്ചിട്ടുണ്ട് എന്താണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ ഇല്ലാത്ത ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേതാണ്? പ്രൊട്ടിയമാണ്. ഏറ്റവും കൂടുതൽ കാണുന്നത് പ്രൊട്ടിയമാണ്. ഇനി മറ്റേ റേഡിയോ അവിടെ ആണവ നിലയങ്ങളിൽ ഘനജലം, അതാണ് D2 എന്ന് പറയുന്നത്. ഈ സാധനം ഡ്യൂട്ടീരിയമാണ്. ഡ്യൂട്ടീരിയമാണ് ആണവ റിയാക്ടറുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഏതാണ്? നമ്മുടെ ഡ്യൂട്ടീരിയമാണ്. നെക്സ്റ്റ് നോക്കാം. അപദ്രവങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗമേത്? പഠിച്ചു വെച്ചു. അതെന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ജലപ്രവാഹത്തിൽ കഴുകലാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ജലപ്രവാഹത്തിൽ കഴുകൽ കണ്ട, അയിരിന് ഗ്യാങ്ങിനേക്കാൾ സാന്ദ്രത കൂടുതലാണെങ്കിൽ എന്തുപയോഗിക്കുന്നു? ജലപ്രവാഹത്തിൽ കഴുകൽ എന്നൊരു പ്രോസസ്സ് ഉപയോഗിക്കുന്നു. പൊടിച്ച അയിരിനെ ജലപ്രവാഹത്തിൽ കഴുകുമ്പോൾ പൊങ്ങിക്കിടക്കുന്ന സാന്ദ്രത കുറഞ്ഞ ഗ്യാങ്ങിനെ അരിച്ചു മാറ്റുന്നു. സാന്ദ്രത കൂടിയ അയിര് അടിയിൽ അവശേഷിക്കുകയും പൊതുവായി ഓക്സൈഡ് അയിരുകളെയാണ് ഈ രീതിയിൽ സാന്ദ്രണം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയും ചോദിക്കാറുണ്ട്. ഓക്സൈഡ് അയിരുകളുടെ സാന്ദ്രണ രീതി ഏതാണ്? ജലപ്രവാഹത്തിൽ കഴുകലാണ്. ഓക്കെ, അതായത് അഴുക്കുകളൊക്കെ എന്താണ് ഇങ്ങനെ മുകളിൽ പൊങ്ങിക്കിടക്കും, അതിനെ അങ്ങടുത്ത് മാറ്റും, അത്രയേ ഉള്ളൂ സംഭവം. പ്ലവന പ്രക്രിയ എന്താണ്? അയിരിനാണ് സാന്ദ്രത കുറഞ്ഞത്, ഗ്യാങ് സാന്ദ്രത കൂടിയതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും സംഭവിക്കുന്നത്? അയിരിന് സാന്ദ്രത കുറവെന്ന് പറയുമ്പോൾ അയിര് താഴേക്ക് അങ്ങ് അല്ലെ, അയിരങ്ങ് പൊങ്ങിക്കിടക്കും. ഇനി എന്താണ്? പൊടിച്ച അയിരിനെ ജലവും പൈൻ ഓയിലും കൂടിക്കലർന്ന മിശ്രിതവുമായി കലർത്തി ശക്തിയായി വായുപ്രവാഹത്തിൽ ഇളക്കുന്നു. അപ്പോൾ ഉണ്ടാകുന്ന പതയോടൊപ്പം അയിരിന്റെ കണങ്ങൾ പറ്റിപ്പിടിക്കുകയും പൊങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. ഇതിനെ വേർതിരിച്ചെടുക്കും. അപ്പൊ നമുക്ക് എന്താണ്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ അഥവാ എന്താണ്? പ്ലവന പ്രക്രിയ. പ്രധാനമായും സൾഫൈഡ് അയിരുകളാണ് ചോദിച്ചിട്ടുണ്ട്. സൾഫൈഡ് അയിരുകളുടെ സാന്ദ്രണ രീതി ഏതാണ്? പ്ലവന പ്രക്രിയയാണ്. ഓക്സൈഡ് അയിരുകളാണെങ്കിൽ എന്താണ്? ജലപ്രവാഹത്തിൽ കഴുകലാണ്. കാന്തിക വേർതിരിക്കൽ എന്തായിരിക്കും? കാന്തികം എന്താണ്? അതായത് നമുക്ക് എന്താണ്? കാന്തിക റോളറിലൂടെ പൊടിച്ച അയിരിനെ കടത്തിവിടുമ്പോൾ കാന്തിക സ്വഭാവമുള്ള അയിരും ആയിക്കോട്ടെ അല്ല വേസ്റ്റും ആയിക്കോട്ടെ, എന്തെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അതിനെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. അതായത് മാഗ്നറ്റൈറ്റിന് എന്താണ്? കാന്തിക സ്വഭാവമുണ്ട്. ഓക്കെ, അതിന്റെ ഗ്യാങ്ങിന് എന്താണ്? കാന്തിക സ്വഭാവം ഇല്ല. അപ്പൊ എന്താണ്? അതേപോലെ ടിൻസ്റ്റോൺ എന്ന് പറയുന്നത് എന്താണ്? കാന്തികമല്ല. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? പറയുന്ന മാഗ്നറ്റിക് സെപ്പറേഷൻ അഥവാ കാന്തിക വേർതിരിക്കൽ കൊണ്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ലീച്ചിങ് ആണ്. പൊടിച്ച അയിര് അനുയോജ്യമായ ലായകവുമായി ചേർക്കുന്ന അയിര് അതിൽ ലയിക്കുകയോ രാസപ്രവർത്തനത്തിന് വിധേയമാവുകയോ ചെയ്യുന്നു, ലായനിയായി മാറുന്നു. എന്നാൽ ഗ്യാങ് എന്ത് ചെയ്യുന്നില്ല? ലയിക്കുന്നില്ല. ഇതിനെ പിന്നീട് അരിച്ചു മാറ്റുന്നു. ഈ പ്രക്രിയയാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. അതിൽ ഇമ്പോർട്ടന്റ് ആയത് എന്താണ്? അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിന്റെ സാന്ദ്രണ രീതി ഏത്? ലീച്ചിങ്. PSCയുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണെന്ത് ഈ പറയുന്ന ലീച്ചിങ് എന്ന് പറയുന്നത്. ബോക്സൈറ്റ് എങ്ങനെയാണ് സാന്ദ്രണം ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കൂടുതലാണെങ്കിൽ എന്താണ് അവിടെ? ജലപ്രവാഹത്തിൽ കഴുകലാണ്. റെയർ എർത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങളെയാണ് ലാന്തനോയിഡ്സ് എന്ന് പറയുന്നത്. പഠിക്കാൻ നമുക്ക് എന്താണെന്ന് പഠിക്കാം. ലാന്തനോയിഡ്സും ഉണ്ട്, ആക്ടിനോയിഡ്സും ഉണ്ട്. അതായത് നമുക്ക് നമ്മൾ പീരിയോഡിക് ടേബിൾ ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ താഴെ 2 സെറ്റ് മാറ്റി കിടപ്പില്ലേ, അതിനെയാണ് നമ്മൾ ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും എന്ന് പറയുന്നത്. അതിനെ എന്ത് പറയുന്ന? അന്തസംക്രമണ മൂലകങ്ങൾ, ഇന്നർ ട്രാൻസിഷൻ മൂലകങ്ങൾ. അതിൽ ലാന്തനോയിഡ്സിനെ പറയുന്ന പേരാണ് എന്ത്? റെയർ എർത്ത് എലമെന്റ്സ്. അതാണല്ലോ ചോദിച്ചിരിക്കുന്നത്. റെയർ എർത്ത് എന്നറിയപ്പെടുന്ന എന്താണ്? ലാന്തനോയിഡുകളാണ്. അന്തസംക്രമണ മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ ലാന്തനോയിഡ്സും വരും, അവിടെ ആക്ടിനോയിഡ്സും വരും. ആക്ടിനോയിഡുകൾ യുറേനിയത്തിന് ശേഷമുള്ള മൂലകങ്ങൾ എന്താണ്? അപ്പൊ ആക്ടിനോയിഡ്സിൽ എന്താണ് വരുന്നത്? യുറേനിയം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ളതെല്ലാം മനുഷ്യനിർമ്മിതമായിട്ടായിരിക്കും.
ഓക്കെ, ഇത് ഇവിടെ ഇതൊന്ന് നോക്കിക്കോ. ട്രാൻസ് യുറേനിയം മൂലകങ്ങൾ അതെന്താണെന്ന് പഠിക്കണം. നമുക്കറിയാം 118 മൂലകങ്ങളാണ് ഇതുവരെ കണ്ടുപിടിച്ചിരിക്കുന്നത്. 118 ഓർഗാനിസം എന്ന് പറയുന്നത്. ഇനി ഇതിനെ വേർതിരിച്ചിരിക്കുന്നത് 1 മുതൽ 92 മൂലകങ്ങൾ വരെയുള്ളതില് ടെക്നീഷ്യം, പ്രൊമിത്തിയം എന്നിവ ഒഴികെയുള്ളവ പ്രകൃതിയിൽ കാണപ്പെടുന്നവയാണ്. 1 മുതൽ 92 വരെയുള്ളതില് ടെക്നീഷ്യവും ഉണ്ട്, പ്രൊമിത്തിയവും ഉണ്ട്. അത് രണ്ടും എന്താണ്? പ്രകൃതിയിൽ കാണപ്പെടുന്നവയാണ്. അതൊഴികെയുള്ള എല്ലാം എന്താണ്? പ്രകൃതിയിൽ. അപ്പൊ ടെക്നീഷ്യവും പ്രൊമിത്തിയവും മനുഷ്യനിർമ്മിതമാണ്. ആറ്റോമിക നമ്പർ 92 ശേഷമുള്ള മൂലകങ്ങൾ കൃത്രിമമായി നിർമ്മിക്കപ്പെട്ടവയാണ്. കൃത്രിമ മൂലകങ്ങൾ സ്ഥിരത കുറഞ്ഞതും റേഡിയോ ആക്റ്റീവ് സ്വഭാവം കാണിക്കുന്നതുമാണ്. ആറ്റോമിക നമ്പർ 92 യുറേനിയത്തിന് ശേഷം വരുന്ന മൂലകങ്ങളെ പറയുന്ന പേരാണ് എന്താ? ട്രാൻസ് യുറേനിയം മൂലകങ്ങൾ. 1 മുതൽ ഇവിടെ 92 വരെയുള്ളതില് ഏതാണ്? 43-ാമത്തെ ടെക്നീഷ്യവും 61-ാമത്തെ പ്രൊമിത്തിയവും ഒഴികെ ബാക്കിയെല്ലാം എന്താണ്? പ്രകൃതിയാലുള്ളതാണ്. അതുകൊണ്ടാണ് 92-ന് ശേഷമുള്ള മൂലകങ്ങളെ എന്ത് പറയുന്നത്? ട്രാൻസ് യുറേനിയം മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഘനജലത്തിന്റെ രാസസൂത്രം എന്താണ്? ഘനജലം എന്ന് പറയുന്നത് D2O ആണ്. D2O. ക്ലോറാംഫെനിക്കോൾ എന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലോറാംഫെനിക്കോൾ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം എന്താണ് അനാൽജസിക് എന്ന് പറഞ്ഞാൽ. അനാൽജസിക് എന്ന് പറയുന്നത് വേദന സംഹാരികളെയാണ് അനാൽജസിക് എന്ന് പറയുന്നത് കേട്ടോ. ആന്റിസെപ്റ്റിക് എന്താണ്? നമ്മുടെ ഡെറ്റോൾ ഇല്ലേ, ഡെറ്റോളൊക്കെ ആന്റിസെപ്റ്റിക് ആണ്. അതായത് നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് ജീവനുള്ള വസ്തുക്കളിലൊക്കെ ഉപയോഗിക്കുന്നത് ആന്റിസെപ്റ്റിക്കുകളാണ്. എങ്കിൽ ഡിസെൻഡിഫെക്റ്റ് എന്താണ്? ജീവനില്ലാത്ത നമ്മൾ തറയൊക്കെ തുറക്കാൻ ഉപയോഗിക്കത്തില്ല, അതിനേക്ക് എന്താണ്? ഡിസെൻഡിഫെക്റ്റ് എന്ന് പറയും. ഇനി ആന്റിബയോട്ടിക് നമുക്കറിയാലോ, ഈ പറയുന്ന നമ്മുടെ ശരീരത്തിനുള്ളിൽ ഈ പറയുന്ന ബാക്ടീരിയാസിനെയൊക്കെ എന്ത് ചെയ്യുന്നുള്ളൂ? പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെയുണ്ട് ആന്റിപൈററ്റിക്സ് ഉണ്ട്. പൈററ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? ആന്റിപൈററ്റിക് എന്ന് പറയുന്നത് ശരീരത്തിന്റെ ടെമ്പറേച്ചർ, ശരീര താപനിലയെ ക്രമീകരിക്കാൻ വേണ്ടിയുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ആന്റിഹിസ്റ്റമിൻ. ആന്റിഹിസ്റ്റമിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്റിഹിസ്റ്റമിൻ അതായത് അലർജിയാണ്, അലർജിക്കെതിരെയുള്ള മരുന്നുകളെയാണ്. ഇനി ട്രാൻക്വിലൈസർ ഉണ്ട്. ട്രാൻക്വിലൈസർ എന്താണ്? ട്രാൻക്വിലൈസർ എന്ന് പറയുന്നത് നമ്മൾ മെയിൻ ആയിട്ട് ഡിപ്രഷനാണ്. ഡിപ്രഷനുള്ള മരുന്നുകൾക്കാണ് ട്രാൻക്വിലൈസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതി സ്ഥാനമാറ്റമാണ്. ഏതാണ് ഇവിടെ വരേണ്ടത്? അത് സംവഹനമാണ്. ഓക്കെ, സംവഹനത്തിലാണ് സ്ഥാനമാറ്റം വരുന്നത്. ചലനത്തിൽ എന്താണ്? സ്ഥാനമാറ്റം ഉണ്ടാവുന്നില്ല. താഴെ തന്നിരിക്കുന്നതിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ് പാരമ്പര്യമായിട്ട് ലഭിക്കുന്നതാണ്. എന്തായിരിക്കും? മണ്ണെണ്ണയാണ് അല്ലെ. മണ്ണിനടിയിൽ കാണുന്ന എല്ലാം പാരമ്പര്യമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്, ഓർത്തിരിക്കുക. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏതാണ്? മംഗൾയാനാണ് ചൊവ്വാ ദൗത്യം. ആദിത്യ എന്താണ്? സൗരദൗത്യം. ചന്ദ്രയാൻ എന്താണ്? ചാന്ദ്രദൗത്യം. ഓക്കെ, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസമാണ് അപവർത്തനം. കുറെ തവണയായിട്ട് പറഞ്ഞു തന്നല്ലേ. ഒരു വസ്തുവിനെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണെന്ത്? ഭ്രമണം അല്ലെ. അതിനെ ചുറ്റിക്കറങ്ങുന്നതിനെ പരിക്രമണമെന്നും സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കി കറങ്ങുന്നതിനെ ഭ്രമണമെന്നും പറയുന്നു. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം നമുക്ക്. ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളുടെ പേരും അവയുടെ ചാർജും. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ശരിയാണ്. പ്രോട്ടോൺ എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ് പ്രോട്ടോൺ. അപ്പൊ ഇത് തെറ്റാണ്. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്. ന്യൂട്രോൺ എന്താണ്? ന്യൂട്രൽ ആണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല, നെഗറ്റീവ് ചാർജ് എന്നല്ല, ചാർജ് ഇല്ല ന്യൂട്രോണിന്. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? ശരിയായ ജോഡിയാണ്. 1ഉം 3ഉമാണ് ശരിയായ ജോഡി. ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? കണ്ണും പൂട്ടി പറഞ്ഞു. എന്താണ്? സിങ്കിന്റെ അയിരാണ് കലാമിൻ. ഇപ്പൊ ഇത്ര തവണയായല്ലേ നമുക്ക് കലാമിൻ കിട്ടുന്നത്. അഷ്ടനിയമം ആവിഷ്കരിച്ചത് ആര്? അഷ്ടനിയമം. ഓക്കെ, അതിനുമ്പ് നമുക്ക് ജലത്തിലെ ഘടകങ്ങളൊന്ന് പറഞ്ഞു പോകാം. ജലം എന്ന് പറയുന്നത് H2O ആണ്. സോ എന്തൊക്കെയായിരിക്കും? ഹൈഡ്രജനും ഓക്സിജനുമാണ് ജലത്തിലെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അഷ്ടനിയമം പഠിച്ചു വെച്ചോ. എന്താണ്? ന്യൂലാൻഡ്സ് ഒക്ടേവ്സ് അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഡോബറൈനർ ട്രേഡ്സ്, ന്യൂലാൻഡ്സ് ഒക്ടേവ്സ് അങ്ങനെ പഠിക്കും. അതായത് പറഞ്ഞു തരാം എന്താന്ന് വ്യക്തമായിട്ട് പഠിക്കണേ ഈ ഒരു പോയിന്റ്സ്. മൂലക വർഗീകരണത്തിനുള്ള ആദ്യകാല ശ്രമങ്ങൾ നടത്തിയ ഒരാളാണ് ആര്? ലാവോസിയ. ഓക്കെ, ലാവോസിയെ പറ്റി നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ്? ഹൈഡ്രജന് പേര് നൽകിയത് ലാവോസിയാണ്, ഓക്സിജന് പേര് നൽകിയത് ലാവോസിയാണ്.
ഓക്കെ, ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരായിരുന്നു? ഹെൻറി കാവൻഡിഷ്. പേര് നൽകിയത് ലാവോസിയ. അതേപോലെ തന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്തു? മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചു. ചോദിച്ചിട്ടുണ്ട്. മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചത് ആരാണ്? ലാവോസിയാണ്, ആൻഡോയിൻ ലാവോസിയ. ഇനി ഡോബറൈനർ. ആരാണ് ഡോബറൈനർ എന്ന് പറയുന്നത്? ഡോബറൈനർ മൂലകങ്ങളെ സമാന ഗുണമുള്ള 3 വീതമുള്ള ഗ്രൂപ്പുകളാക്കി മാറ്റി. 3 സെറ്റാക്കി അദ്ദേഹം മാറ്റി. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഡോബറൈനർ ട്രൈഡ്സ് എന്ന് പറയുന്നത്. ഈ ഗ്രൂപ്പുകളെ ത്രികങ്ങൾ എന്നറിയപ്പെട്ടു. ത്രികങ്ങളിൽ മധ്യത്തിലുള്ള മൂലകത്തിന്റെ ആറ്റോമിക മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവ രണ്ടും കൂടി കൂട്ടുന്നതിന്റെ എന്താണ്? ഏകദേശ ശരാശരി ആയിരിക്കും. അതായത് ഇത് x+y/2 രണ്ടിന്റെ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഏകദേശം ഒരു പകുതിയായിട്ട് വരും നടുക്കുള്ളതിന്റെ. ഉണ്ടാ. പക്ഷെ അദ്ദേഹത്തിന്റെ എന്താണ് എല്ലാം ഒന്നും ആ ഒരു രീതിയിൽ കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ അവിടെ ഫെയിൽ ആയിപ്പോയി. അപ്പൊ മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചതാരാണ്? ആൻഡോയിൻ ലാവോസിയ. ത്രികങ്ങൾ ഡോബറൈനറാണ്. ത്രികങ്ങൾ ഡോബറൈനർ ട്രൈഡ്സ്. അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ഇനിയാണ് നമ്മുടെ ന്യൂലാൻഡ്സ് ഒക്ടേവ്, അഷ്ടക നിയമം, ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയും. അതായത് എന്താണ്? മൂലകങ്ങളെ ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിപ്പിക്കുമ്പോൾ 8ാമത് വരുന്നത് എന്താണെന്ന് പറയുന്നു? 1ാമത്തതിന്റെ ആവർത്തനമാണെന്ന് പറയും. കണ്ട, അങ്ങനെയാണ് അദ്ദേഹത്തിന് സരിഗമ പദനിസ. നമ്മൾ എങ്ങനെയാ പറയുന്നത്? പദനിസ. കണ്ട, 1ാമത്തതിന്റെ ആവർത്തനമാണ് ഈ പറയുന്ന 8ാമത് വരുന്നതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ നിയമത്തിനെ അഷ്ടക നിയമം, ലോ ഓഫ് ഒക്ടേവ്സ്. ആരാണ്? ന്യൂലാൻഡ്സ് ഒക്ടേവ്സ്. അങ്ങനെ പഠിക്കണം. ഡോബറൈനർ ട്രയാഡ്സും ന്യൂലാൻഡ്സ് ഒക്ടേവ്സ് ആണ്. ലോഹങ്ങൾ അലോഹങ്ങൾ ആൻഡോയിൻ ലാവോസിയാണ്. ഇനി ആരാണ്? നെക്സ്റ്റ് വരുന്നതാണ് മെൻഡലീഫ്. മെൻഡലീഫ് എന്താ ചെയ്തത്? 63 മൂലകങ്ങളെ ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ തയ്യാറാക്കി. കണ്ട, അതിന് അദ്ദേഹം കണ്ടെത്തിയത് എന്താണ്? കൃത്യമായ ഒരു ഇടവേള കഴിയുമ്പോൾ അതെന്താണ്? വീണ്ടും അതേ സ്വഭാവം ആവർത്തിക്കുന്നു എന്ന് കണ്ടെത്തി. അപ്പൊ ന്യൂലാൻഡ്സിന്റെ മെൻഡലീവ് ആണ് നമ്മുടെ ആവർത്തന പട്ടികയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന മെൻഡലീവ്സ് ആണ്. പക്ഷെ അതിനും കുറെ ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ എന്താണ്? 1869 ആവർത്തന പട്ടിക ആര് രൂപീകരിക്കുന്നത്? നമ്മുടെ മെൻഡലീഫ് രൂപീകരിക്കുന്നത്. അതിലെ അദ്ദേഹത്തിന് എന്താണ്? അതിന്റെ ഘടനയെക്കുറിച്ചോ മൗലിക കണങ്ങളെ പറ്റി ഒന്നും പറഞ്ഞില്ല. എങ്ങനെ അതിനൊക്കെ ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? മൂലകങ്ങളുടെ ഗുണങ്ങൾ ആറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നത് ആര് കണ്ടെത്തി? ഹെൻറി മോസ്ലി കണ്ടെത്തി. അങ്ങനെയാണ് അദ്ദേഹം ആവർത്തന പട്ടിക, മോഡേൺ പീരിയോഡിക് ടേബിൾ. അപ്പൊ മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ പിതാവെന്ന് ചോദിച്ചാൽ നിങ്ങൾ പഠിച്ചു വെച്ചു, അത് ഹെൻറി മോസ്ലി ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഓക്കെ അല്ലേ? ഇവിടുത്തെ ക്വസ്റ്റ്യൻ തീർന്നല്ലോ. നെക്സ്റ്റ് നോക്കാം. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം. അപ്പൊ എന്താണ് തെർമോപ്ലാസ്റ്റിക് എന്നും എന്താണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്നും നമുക്ക് പഠിക്കണം. തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉരുകി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിനെ മാറ്റാൻ പറ്റും. തെർമോസെറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് സെറ്റായി പോയി, പിന്നെ നമുക്ക് അതിനെ മാറ്റാൻ പറ്റില്ല. അപ്പൊ പഠിച്ചു വെച്ചു. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് എന്തെന്ന് പറയുന്നത്? PVC എന്ന് പറയുന്നത്. കണ്ടോ? തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും. തെർമോപ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വീണ്ടും ചൂടാക്കി ഉരുക്കി പുതിയ രൂപത്തിലേക്ക് മാറ്റാം. എന്നാൽ തെർമോസെറ്റിംഗ് ആണെങ്കിൽ എന്താണ്? അത് സെറ്റായി പോയി, പിന്നീട് അത് എന്താണ് വീണ്ടും മാറ്റാൻ പറ്റില്ല. അങ്ങനെ ഓർത്താൽ മതി. പ്ലാസ്റ്റിക് കവറൊക്കെ എന്താണ്? തെർമോപ്ലാസ്റ്റിക്കുകളാണ്. കണ്ട, പോളിത്തീൻ, ഇതൊക്കെ എന്താണ്? തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ്. ബേക്കലൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? നമ്മുടെ തെർമോസെറ്റിംഗ് ആണ് കേട്ടോ. അതൊന്ന് പഠിച്ചു വെക്കണം. ബേക്കലൈറ്റ് ചോദിച്ചിട്ടുണ്ട്, വരുന്നുണ്ട് ആ ക്വസ്റ്റ്യൻ. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നത് ഏത് താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ്? എവിടെയാ? എന്തായിരിക്കും? ഇൻക്യുബേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഉള്ളില് എന്തുണ്ട്? വായു ഉണ്ട്. സോ വായുവിലും ദ്രാവകത്തിലും എന്താണ്? സംവഹനമാണ്. സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷത അല്ലാത്തത്. വസ്തുവിന്റെ അതേ വലിപ്പമായിരിക്കും. സമതല ദർപ്പണം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ നോക്കുന്ന കണ്ണാടി, നമുക്കറിയാം. നമ്മൾ പോയി കണ്ണാടി മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ അതേ വലിപ്പമുള്ള നമ്മളെ തന്നെ അതിനുള്ളിൽ കാണും. ശരിയാണ്. പ്രതിബിംബത്തിന്റെ വലിപ്പം വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും. തെറ്റാണല്ലോ. പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലവും വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലത്തേക്കാൾ കൂടുതലായിരിക്കും. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമായിരിക്കും. ഇതല്ലേ നമ്മളിങ്ങനെ കണ്ണാടി അടുത്തോക്ക് ചെല്ലുമ്പോൾ കണ്ണാടിയിൽ ഇമേജും എന്താണ്? അതിനോട് അടുത്തേക്ക് വരും. നമ്മൾ അകന്നു പോകുന്നതനുസരിച്ച് അതും അകന്നകന്നു പോകുമല്ലോ. അപ്പൊ എന്താണ്? ആ ഒരു അകലം എന്ന് പറയുന്നത് തുല്യമായിരിക്കും. നമുക്ക് വേണ്ടത് എന്താണ്? സവിശേഷത അല്ലാത്തതാണ് വേണ്ടത്. തെറ്റാണ് നമുക്ക് വേണ്ടത്. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി 2, 3 അല്ലാത്തത് വരുന്നത്.
ഉണ്ടോ? പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. ഇത് ടെക്സ്റ്റ് ബുക്ക് ഫാക്ട് ആണ്. സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകളിൽ എന്താണ് പറയുന്നത്? പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിക്കും. പാർശ്വിക വിപര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ വലതുവശം അതിലേടതായിട്ട് തോന്നില്ലേ? അതിനെയാണ് പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. സമതല ദർപ്പണത്തിന് വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും. വലിപ്പവും പ്രതിബിംബത്തിന്റെ വലിപ്പവും തുല്യമായിരിക്കും. ഈ ഒരു ബോക്സിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം എത്രയാണ്? 27 1/3 ദിവസമാണ് ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാനായിട്ട് വേണ്ടത്. പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിന്റെ ചലനം ഉണ്ടാ, അതായത് ഒരു സെന്ററിനെ ബേസ് ചെയ്തിട്ടാണ് പെൻസിൽ എന്ത് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ പറയുന്ന പേരാണ് എന്താ? വർത്തുള ചലനം. ഓക്കെ. ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിന്റെ അവസ്ഥയാണ് എന്ത്? നമുക്കറിയാം നീരാവി. നമ്മൾ പഠിച്ചിട്ടുണ്ട്. നീരാവി കൊണ്ടുള്ള പൊള്ളല് സാധാരണ തിളച്ച വെള്ളം വീഴുന്ന പൊള്ളലിനേക്കാൾ കൂടുതലാണ്. അതിനുള്ള കാരണം നമ്മൾ പഠിക്കുന്നുണ്ട്. ലീനതാപം കൂടുതലായത് കൊണ്ടാണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് നീരാവിക്ക് എന്താണ്? ഊർജം കൂടുതലാണ്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ആറ്റത്തെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. അവയിൽ ശരിയായവ. ആറ്റത്തിന്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ്. ഓക്കെ, നമുക്കറിയാലോ ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും ഷെല്ലുകളുണ്ട്, അതിലാണ് ഇലക്ട്രോൺസ് വരുന്നത്, ഇവിടെയാണ് പ്രോട്ടോണും ന്യൂട്രോണും വരുന്നത്, ഇവിടെയൊക്കെ എന്താണ്? വേക്കന്റ് ആണ്. ശരിയാണ്. ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. കാര്യം ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജും പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജുമാണ്. പ്രോട്ടോണിന്റെ എണ്ണവും ഇലക്ട്രോണിന്റെ എണ്ണവും തുല്യമാണ്. സ്വാഭാവികമായിട്ടും അവിടെ പോസിറ്റീവും നെഗറ്റീവും കൂടി ക്യാൻസൽ ആയി പോയിട്ട് ആറ്റം എന്താണ്? നിർവീര്യമാകും. ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. ആറ്റം നമുക്ക് പണ്ട് പറഞ്ഞിരുന്ന വിഭജിക്കാൻ പറ്റും. പക്ഷെ എന്താണ്? ആറ്റത്തിനുള്ളിൽ നമുക്കറിയാം പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്. സോ ആറ്റത്തെ വിഭജിക്കാൻ കഴിയും. 3 തെറ്റാണ്. എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ്. അതും ശരിയാണ്. ഈ 3 തെറ്റാണെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. 1, 2, 4 ആൻസർ. താഴെ പറയുന്നവയിൽ ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? ഇത് ലോഹമായിരുന്നു. ലോഹത്തിന്റെ അയിര് കലാമിൻ, സിങ്ക്. ഈ ക്വസ്റ്റൻ അവർ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. പിള്ളേര് ചലഞ്ച് ചെയ്തു. ലോകം ഇങ്ങനെ കായാണ് കണ്ടത്, അതുകൊണ്ട് കൺഫ്യൂഷൻ ആയതും പറഞ്ഞ് ചലഞ്ച് ചെയ്തു. ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. മൂലകങ്ങളെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായ ജോഡി ചേർത്ത് എഴുതുക. കണ്ട, എന്താണ് നമ്മൾ പറഞ്ഞത്? ഡോബറൈനർ ട്രയാഡ്സ്. ഓക്കെ. ന്യൂലാൻഡ്സ് ഒക്ടേവ്സ്. ആറ്റോമിക, ഇനി എന്താണ്? ആറ്റോമിക നമ്പർ ആണെങ്കിൽ അത് ഏതാണ്? മോസ്ലി. ആറ്റോമിക ഭാരമാണെങ്കിൽ ആരാണത്? മെൻഡലീഫ് ആണ്. അപ്പൊ ഏതാണ്? 1, 4. ഡോബറൈനർ ട്രൈഡ്സ് 1, 4 ഒരെണ്ണം മാത്രമേ ഉള്ളൂ. 2, 3, 3, 1, 4, 2. കണ്ടോ? എല്ലാം ഇപ്പൊ മനസ്സിലായി. എത്ര ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു അത്യാവശ്യം ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താൽ തന്നെ ഈ 10th പ്രിലിംസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. പുറത്തേക്ക് വന്ന വാതകമാണ് ഹൈഡ്രജൻ. ഓക്കെ. അപ്പൊ നമുക്കറിയാം ഇതിനെയാണ് നമ്മൾ പോപ്പപ്പ് ടെസ്റ്റ്. ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും ആ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. പോപ്പപ്പ് ടെസ്റ്റ് എന്ന് പറയുന്ന ഹൈഡ്രജന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ചില ആസിഡുകളുടെ ഉപയോഗങ്ങൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ തെറ്റായ ജോഡി. സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററിയാണ്. ശരിയാണ്. ടാനിക് ആസിഡ് മഷി തുകലാണ്. ഇത് പണ്ടത്തെ 6ലോ 7ലോ ക്ലാസ്സിൽ നമുക്ക് വ്യക്തമായിട്ട് ഈ ബോക്സ് ഇങ്ങനെ തന്നെ ബോക്സ് തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ. അസറ്റിക് ആസിഡ് രാസവളങ്ങളുടെ നിർമ്മാണം. തെറ്റാണ്. സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ. അത് ശരിയാണ്. അപ്പോൾ ഇവിടെ ഏതാണ് തെറ്റായ ജോഡി? അസറ്റിക് ആസിഡ് ആണ്. സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദതരംഗം. സോണാർ എന്താണ്? അൾട്രാസോണിക് ആണ് അല്ലെ. 20,000 ഹെർട്സിന് മുകളിലുള്ള ശബ്ദതരംഗങ്ങളാണ് സോണാറിൽ ഉപയോഗിക്കുന്നത്. സോ അൾട്രാസോണിക് ആണ്. ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം മൂലം ഉണ്ടാകുന്നത് എന്താ ഊർജമാണ്? സ്ഥിതികോർജം. സ്ഥാനം മൂലം സ്ഥിതികോർജം, ചലനം മൂലം ഗതികോർജമാണ് അല്ലെ. നമുക്ക് പറയാം കെട്ടിക്കിടക്കുന്ന ഒരു ഡാമിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന്റെ ഊർജം ഏതാണ്? സ്ഥിതികോർജമാണ്. അത് ഡാം തുറന്നു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരുന്നതിന്റെ ഊർജം എന്താണ്? അത് ഗതികോർജമാണ്. വലിച്ചു പിടിച്ചിരിക്കുന്ന റബ്ബർ ബാൻഡ് അവിടെ എന്താണത്? സ്ഥിതികോർജമാണ്. അതിന്റെ സ്ഥാനം കൊണ്ട് ലഭിക്കുന്നതാണ് സ്ഥിതികോർജം. നെല്ലിക്കയിൽ ധാരാളം വൈറ്റമിൻ സി ഉണ്ട്. അതേപോലെ വൈറ്റമിൻ സി എന്ന് പറയുന്ന എന്താണ്? അസ്കോർബിക് ആസിഡ് ആണ്. പഠിച്ചു വെച്ചോളണേ. അപ്പൊ നോക്കാം. നമുക്ക് കണ്ട നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന എന്താണ്? അസ്കോർബിക് ആസിഡ്. തക്കാളി ആണെങ്കിൽ ഓക്സാലിക് ആസിഡ്. ആപ്പിൾ ആണെങ്കിൽ മാലിക് ആസിഡ്. വാളംപുളി ടാർട്ടാറിക് ആസിഡ്. നാരങ്ങ സിട്രിക് ആസിഡ്. വിനാഗിരി അസറ്റിക് ആസിഡ്. മോര് തൈരൊക്കെ ലാക്റ്റിക് ആസിഡ് ആണ്. ഓക്കെ.
ഇനി ഉറുമ്പിലുള്ള ആസിഡ് ഏതാണ്? ഫോമിക് ആസിഡ്. അത് നമ്മുടെ ശരീരത്തിലേക്ക് കടിക്കുമ്പോൾ, അത് പ്രവേശിക്കുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? ആ ഒരു വേദന വരുന്നത് അല്ലെ. ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്ക് വേദന തോന്നാനുള്ള കാരണം എന്ന് പറയുന്ന ആസിഡ് ഏതാണ്? ഫോമിക് ആസിഡ് ആണ്. നമ്മുടെ ശരീരത്തിൽ അല്ലെ ചോദിക്കുന്നതാണ്. ആമാശയത്തിൽ കാണുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ചിലരിൽ ഇതിന്റെ ഉൽപാദനം കൂടുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന അവസ്ഥയാണ് എന്ത്? അസിഡിറ്റി എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ നെഞ്ചരിച്ചിൽ വരും അല്ലെ, പുളിച്ചത് കെട്ടി ഇങ്ങനെ വരും. ഇതൊക്കെ എന്താണ്? അസിഡിറ്റിയുടെ ലക്ഷണങ്ങളാണ്. അതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആന്റാസിഡുകൾ. നമ്മൾ നേരത്തെ അനാൽജസിക്, ആന്റിപാരറ്റിക്സ്, അതേപോലെ ട്രാൻക്വലൈസർ, പിന്നെ ഏതായിരുന്നു ആന്റിബയോട്ടിക് ഒക്കെ പറഞ്ഞില്ലേ, അക്കൂട്ടത്തിൽ വരുന്നതാണ് ആന്റാസിഡ്. ആന്റാസിഡ് എന്ന് പറയുമ്പോൾ അസിഡിറ്റി കുറയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇനി ഹൈഡ്രജൻ എന്താണ്? ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ്. എന്താണ്? ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ് എന്ത്? ഹൈഡ്രജൻ അല്ലെ. അതേപോലെ തന്നെ ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ ഉയർന്നു പൊങ്ങാനുള്ള റീസൺ എന്താണ്? ഈ പറയുന്നതിന് ഭാരം കുറവായത് കൊണ്ടാണ്. റോക്കറ്റുകൾ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്ന എന്താണ്? ഹൈഡ്രജൻ ആണ്. 2023 സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ പരീക്ഷണാർത്ഥത്തിൽ ഒരു ഹൈഡ്രജൻ ബസ് നിരത്തിൽ ഇറക്കി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ ബസ് എവിടെയാണ്? നമ്മുടെ ന്യൂഡൽഹിയിലാണ്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം. ഹൈഡ്രജൻ എന്ന പദത്തിന്റെ അർത്ഥം പറയുന്നത് എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ചാൽ ജലമുണ്ടാകും. ജലത്തെ വിഘടിച്ച് നമുക്ക് എന്താക്കാൻ പറ്റും? ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റാം. അതുകൊണ്ടാണ് ഭാവിയുടെ ഊർജ്ജ വാഗ്ദാനമാണ് ഹൈഡ്രജൻ. അതുകൊണ്ടാണ് ഭാവിയുടെ ഇന്ധനം എന്ന് എന്തറിയപ്പെടുന്നത്? ഹൈഡ്രജൻ അറിയപ്പെടുന്നത്. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിന്റെ പേരാണ് എന്ത്? പ്രകീർണനം. നമ്മൾ പറഞ്ഞു അല്ലെ, ഇങ്ങനെ മഴവില്ലിനുള്ള റീസൺ എന്താണ്? പ്രകീർണനമാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അതേപോലെ പൂർണ്ണാന്തര പ്രതിഫലനവും അപവർത്തനവും എല്ലാം വരും അവിടെ. അപ്പൊ എന്താണ്? താഴെ പറയുന്നവയിൽ ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലാത്തത്? സെൽഷ്യസ് നമ്മൾ പറയും, കെൽവിൻ പറയും, ഫാരൻഹീറ്റ് പറയും. അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പാസ്കൽ. പാസ്കൽ എന്ന് പറയുന്നത് മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ്. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരത്തെയാണ് പ്രവേഗം എന്ന് പറയുന്നത്. കണ്ട, ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം. പ്രവേഗം എന്ന് പറയുന്നത് ഒരു സദിശ അളവാണ്. സ്ഥാനാന്തരത്തിന്റെ ദിശയാണ് പ്രവേഗത്തിന്റെയും ദിശ. ഇതിന് യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആറ്റത്തിനെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാരാണ്? ന്യൂട്രോൺ എങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? PEN-RTZ അല്ലെ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? റുദർഫോർഡ് ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? JJ തോംസൺ ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? PEN-RTZ ജെയിംസ് ചാഡ്വിക്. ഓക്കെ, ചാഡ്വിക് ആണ്. അപ്പൊ ഏതാണ് വരേണ്ടത്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താ പറഞ്ഞിരിക്കുന്നത്? അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ എന്തെല്ലാം എന്നാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്, എല്ലാ ധാതുക്കളും അയിരുകളല്ല. ഇത് നമ്മുടെ ആ ഒരു കുറച്ച് നാൾക്ക് മുമ്പ് ഒരു സ്ഥിരം ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. എല്ലാ ധാതുക്കളും അയിരുകളാണ് അങ്ങനെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കും. അപ്പൊ നമുക്ക് അറിയേണ്ടത് എന്താണ് ധാതു എന്നും എന്താണ് അയിരെന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമുക്ക് അറിഞ്ഞാലേ ഈ ഒരു ഫാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിലേക്ക് ആദ്യം പോകാം. നോക്കിക്കേ, ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെയാണ് നമുക്ക് ലോഹത്തിന്റെ അയിരെന്ന് പറയുന്നത്. അതായത് ഒരു അതായത് ഇപ്പൊ നമ്മൾ പറയാം, നമുക്ക് ബോക്സൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? അലൂമിനിയത്തിന്റെ അയിരാണ്. ഓക്കെ ആണല്ലോ, അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. അപ്പൊ ഈ ബോക്സൈറ്റിൽ കുറെ എന്താണ് ഫ്ലക്സിൻസ് അല്ലെ, എന്താ പറയാ, കുറെ വേസ്റ്റ് ഉണ്ടാകും. എല്ലാം കൂടി മിക്സ് ആണ് ഈ ധാതു എന്ന് പറയുന്നത്. ഈ സാധനത്തിൽ നിന്ന് നമുക്ക് അലൂമിനിയം വേർതിരിച്ചെടുക്കണമെങ്കിൽ അലൂമിനിയം വേർതിരിച്ചെടുക്കാൻ പറ്റണം. എങ്ങനെ? എളുപ്പത്തിലായിരിക്കണം, ചെലവ് കുറഞ്ഞ രീതിയിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനെ എന്ത് പറയാൻ പറ്റുള്ളൂ? അയിര് എന്നൊരു കൺസെപ്റ്റിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ധാതുക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ എന്താണ്? കണ്ട, എല്ലാ ധാതുക്കളും നമുക്ക് അയിരുകൾ എന്ന് പറയാൻ പറ്റില്ല. കാര്യം അവിടെ എന്താണ് ഫാക്ട് പറയുന്നത്? എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. കണ്ടോ, ഇത് ഒരു തവണ പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിരുന്നു. ലോഹം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾക്ക് എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം? എന്താണ്? സുലഭമായിരിക്കണം. അതായത് നമുക്ക് ഈ പറയുന്ന
ബോക്സൈറ്റിൽ നിന്ന് അലൂമിനിയം വേർതിരിച്ചെടുക്കണം. പക്ഷെ ഈ ഒരു പ്രോസസ്സ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഭയങ്കര ചെലവ് കൂടിയതാണ്. അതായത് അലൂമിനിയത്തിന്റെ വിലയേക്കാൾ ചെലവ് കൂടുതലാണ് ഇത് ചെയ്യാനെങ്കിൽ നമ്മൾ ആ ഒരു പ്രോസസ്സിന് മുതിരുവോ? ഇല്ല. സോ നമ്മൾ വേറെ അയിരിലോട്ട് പോകും. അതാണ് ഈ പറയുന്നത്. അപ്പൊ എല്ലാ ധാതുക്കളും എന്തല്ല? അയിരല്ല എന്ന് നമുക്ക് മനസ്സിലാകും. എന്താണ് അയിരാകണമെങ്കിലുള്ള അതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? അത് സുലഭമായിരിക്കണം, ചെലവ് കുറഞ്ഞ രീതിയിൽ ലോഹം വേർതിരിച്ചെടുക്കാൻ പറ്റുന്നതാണ്, ലോഹത്തിന്റെ അംശം വളരെ കൂടിയിരിക്കണം. ഓക്കെ, അതായത് എന്താണ്? ലോഹത്തിന്റെ അംശം ഇല്ല. അതായത് ഈ ബോക്സൈറ്റിൽ അലൂമിനിയത്തിന്റെ അംശം വളരെ കുറവാണ്. നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം ഫുൾ ഡേ ഇരുന്ന് നല്ല പ്രോസസ് ഒക്കെ ചെയ്ത് കിട്ടുന്നത് ചിലപ്പോൾ വളരെ തുച്ഛമായ ബോക്സൈറ്റിന്റെ അയിരാണെങ്കിൽ നമ്മൾ അതിനു വേണ്ടി മെനക്കെടുവോ? ഇല്ല. നമുക്ക് അലൂമിനിയം കിട്ടുന്നത് വളരെ കുറവാണെങ്കിൽ ഇപ്പൊ നമുക്ക് പറയാം, പണ്ടൊക്കെ നിലമ്പൂര് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, അവിടെ ഇങ്ങനെ എന്താണ് മണ്ണില് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു സാധനം കൊണ്ട് ഇങ്ങനെ അരിച്ചരിച്ചരിച്ച് സ്വർണ്ണം എടുക്കും. അവരൊരു ദിവസം ഫുൾ ഇരുന്ന് കഷ്ടപ്പെട്ട് ചെയ്താൽ ചിലപ്പോൾ കിട്ടുന്നത് കുറച്ച് തരികളായിരിക്കും. പക്ഷെ ആ തരികൾക്ക് അവരുടെ ഒരു ദിവസക്കൂലിയേക്കാളും കുറവാണ് അതിന്റെ ആ ഒരു മൂല്യമെങ്കിൽ അവർ ആ പണിക്ക് നിൽക്കുവോ? ഇല്ല. സ്വാഭാവികമായിട്ടും അവർ എന്താണ്, ഇപ്പൊ ഈ കിട്ടുന്ന ഒരു 3-4 തരിയാണെങ്കിൽ എനിക്ക് അതിൽ നിന്ന് 2000 രൂപ കിട്ടുമെങ്കിൽ എൻ്റെ ഒരു 1000 രൂപയുടെ എൻ്റെ ഒരു കാശും കഴിഞ്ഞിട്ട് എനിക്ക് 1000 രൂപ ലാഭമാണെന്ന് പറയാം. സെയിം തന്നെയാണ് ഇവിടെ പറയുന്നത്. അവിടെ എന്താണ് പ്രോസസ് എന്ന് പറയുന്നത്? സുലഭമായിരിക്കണം, ചെലവ് കുറഞ്ഞ രീതിയിൽ ലഭിക്കണം, ലോഹത്തിന്റെ അംശം വളരെ കൂടുതലായിരിക്കണം. കണ്ടാ, അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഈ പറയുന്ന എല്ലാ ധാതുക്കളെയും നമുക്ക് അയിരാണെന്ന് പറയാൻ പറ്റില്ല. നോക്കാം, നമുക്ക് എല്ലാ അയിരുകളും ധാതുക്കളാണ്, തിരിച്ചാണ്. പക്ഷെ എന്താണ്? എല്ലാ ധാതുക്കളും നമുക്ക് അയിരല്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ പറയില്ലേ തൈര്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. തൈരുമുണ്ട്, പാലുമുണ്ട്. നമുക്കറിയാം, നമ്മൾ പറയുവാണ് എല്ലാ തൈരും പാലിന്റെ ബൈ പ്രൊഡക്റ്റ് ആണെന്ന് പറയാം. ഓക്കെ, പക്ഷെ എല്ലാ പാലും തൈരാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. പാലിന്റെ, അതായത് എല്ലാ തൈരും എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചു പറയാൻ പറ്റുമോ? പാല് കൊണ്ട് നമ്മൾ കുറെ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? വെണ്ണ ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ തന്നെ എന്താണ് ചീസ് ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് പാലിന്റെ ഉൽപ്പന്നങ്ങളാണ്. അപ്പൊ എന്താണ് ഏതൊരു തൈര് എടുത്താലും നമുക്കറിയാം അതിന്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്ന പാലാണെന്ന് പറയാം. പക്ഷേ എന്താണ് തിരിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് എല്ലാ അയിരുകളും എന്താണ്? ധാതുക്കളാണ്. പക്ഷെ എല്ലാ ധാതുക്കളും അയിരുകളല്ല. അയിരുകളാവാനുള്ള കണ്ടീഷനാണ് പറഞ്ഞത്. എളുപ്പത്തിൽ ലഭിക്കുന്നതായിരിക്കണം, ചെലവ് കുറഞ്ഞതായിരിക്കണം, ലോഹത്തിന്റെ അംശം വളരെ കൂടുതലുള്ളതായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പരസ്പര ബന്ധമില്ലാത്തതാണ് തിരിച്ചറിയാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. സോഡിയം ആൽക്കലി ലോഹം, കാൽഷ്യം സംക്രമണ ലോഹം, അലൂമിനിയം, ബോറോൺ കുടുംബം, ക്ലോറിൻ ഉത്കൃഷ്ടവാതകം. നോക്കാം നമുക്ക്. ഈ ക്ലോറിൻ, ഫ്ലൂറിൻ ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് നോർമലി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പരസ്പര ബന്ധമില്ലാത്തതല്ലേ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ 18ാം ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് ഉത്കൃഷ്ടവാതകം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റഡോൺ, ഓർഗാനസോൺ. ഇങ്ങനെ ഈ 18ാം ഗ്രൂപ്പ് മൂലകങ്ങളെ എന്ത് പറയുന്നു? ഉത്കൃഷ്ടവാതകം എന്ന് പറയുന്നു. അപ്പോ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, ടെന്നീസൺ, ഇതാണ് എന്ത് പറയുന്നത്? ഹാലോജൻസ് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ എന്ത് വരുന്നത്? ഈ പറയുന്ന ക്ലോറിൻ വരുന്നത്. സോ അതവിടെ എന്താണ്? തെറ്റാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി, ക്ലോറിൻ എന്ന് പറയുന്നത് അവിടെ എന്തല്ല? ഉത്കൃഷ്ടവാതകമാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. സോ ഇത് തെറ്റാണ്. ഇനി എന്താണ് നമുക്ക് നോക്കേണ്ടത്? സോഡിയം ആൽക്കലി ലോഹമാണോ നോക്കണം. ആൽക്കലി ലോഹങ്ങൾ എന്ന് പറയുന്ന ഏതാണ്? 1ാം ഗ്രൂപ്പ്. ഗ്രൂപ്പ് 1 വരുന്നവയാണ് ആൽക്കലി ലോഹം. ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം, ഇങ്ങനെയല്ലേ വരുന്നത്. അതിൽ സോഡിയം 1ാമത്തെ ഗ്രൂപ്പ് എലമെന്റ് ആയിട്ട് വരുന്നുണ്ട്. സോ 1 എന്ന് പറയുന്നത് എന്താണ്? ആൽക്കലി ലോഹമാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് കാൽഷ്യം. കാൽഷ്യം എന്താണ്? സംക്രമണ ലോഹങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പറയുന്ന 3 മുതൽ 12 വരെയുള്ള ഇവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ കാൽഷ്യം വരുന്നത് എവിടെയാണ്? 2ാം ഗ്രൂപ്പ്. കാൽഷ്യം എന്ന് പറയുന്നത് ആൽക്കലൈൻ, ബെർലിയം, മഗ്നീഷ്യം, കാൽഷ്യം അവിടെയാണ് വരുന്നത്. സ്ട്രോൺഷ്യം എന്താണ്? ബേരിയം, റേഡിയം, ഇത്രയുമാണ് എന്ത് വരുന്നത്? ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളായിട്ട്. അപ്പൊ കാൽഷ്യം ഇവിടെ എന്താണ്? ആൽക്കലൈൻ എർത്ത് ലോഹമാണ്. ഓക്കെ, അപ്പൊ സോഡിയം ആൽക്കലി ലോഹം ശരിയാണ്. കാൽഷ്യം സംക്രമണമല്ല. കാൽഷ്യം എന്ന് പറയുന്നത് എന്താണ്? ആൽക്കലൈൻ എർത്താണ്, എർത്ത് ലോഹമാണ്. ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ടവാതകമാണോ? അല്ല. ക്ലോറിൻ എന്താണ്? ഹാലോജൻ ആണ്. ഹാലോജൻസ് എന്നൊരു ഫാമിലിയിൽ വരുന്നതാണ്. ഇനി നമുക്ക് അലൂമിനിയം നോക്കാം. അലൂമിനിയം നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഈ 5ാമത്തെ തൊട്ട് ഇങ്ങനെ അല്ല, ഇവിടെ തൊട്ട് എന്താ പറയുന്ന? ബി ആദ്യം വരുന്ന വെച്ചിട്ടാണ് അതിന് പേര് പറയുന്നത്. ബോറോൺ കുടുംബം, കാർബൺ കുടുംബം, ഇതിൽ താഴേക്ക് വരുന്ന നൈട്രജൻ കുടുംബമാണ്. ഇത് 15, ഇത് 16, ഇത് 17,
സോറി, ഇത് 13, ഇത് 14, ഇത് 15, ഇത് 16, ഇത് 17. ഇങ്ങനെയാണ് നമുക്ക് ആ എലമെന്റ്സ് വരുന്നത്. അപ്പൊ 15ാം ഗ്രൂപ്പ് മൂലകങ്ങളെ പറയുന്ന നൈട്രജൻ ഫാമിലി എന്നാണ്. 16 ആണെങ്കിൽ അത് ഓക്സിജൻ ഫാമിലിയാണ്. 17നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാലോജൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഏതായിരുന്നു? അലൂമിനിയം ആണ്. അലൂമിനിയം എവിടെയാണ് വരുന്നത് നോക്കിക്കേ. അലൂമിനിയം, ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, നിയോ, അത് ആ ഒരു പ്രോസസ്സിലാണ് അല്ലെ, ആ ഒരു സെറ്റിലാണ് വരുന്നത്. അപ്പൊ അലൂമിനിയം എന്ന് പറയുന്നത് എന്താണ്? ഒരു ബോറോൺ ഫാമിലിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? അതും ഇവിടെ ശരിയാണ്. നമുക്ക് എന്താ? പരസ്പര ബന്ധമില്ലാത്തതാണല്ലോ വേണ്ടത്. 2ഉം 4ഉം ആണ് നമുക്ക് പരസ്പര ബന്ധമില്ലാത്തതായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്? ഓപ്ഷൻ ഡി ആണ് നമുക്കിവിടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. ഒരു തന്മാത്രയിലെ ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള ആറ്റോമിക മാസിലുള്ള അനുപാതം എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. മാസ് ആണ് ചോദിച്ചിരിക്കുന്നത്, അത് ശ്രദ്ധിക്കണം. നമ്മൾ അല്ലെങ്കിൽ നോർമലി നമ്മൾ എന്തെഴുതും? H2O ആണ് വാട്ടർ എന്ന് പറയുന്നത്. സോ 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ്. സോ 2:1 എന്നുള്ള എഴുതാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതെന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ആറ്റോമിക മാസ് ആണ്. സോ ഇതല്ല. എന്താണ് വേണ്ടത് നമുക്കിവിടെ? ആറ്റോമിക മാസ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജന്റെ ആറ്റോമിക മാസ് എന്ന് പറയുന്നത് 1ഉം ഓക്സിജന്റെ ആറ്റോമിക മാസ് എന്ന് പറയുന്നത് 16ഉമാണ്. ഇവിടെ നമുക്കറിയാം 2 ഹൈഡ്രജനും എന്താണ് 1 ഓക്സിജനുമാണ് വരുന്നത്. സോ 2:16 എന്ന് വരും. 2:16 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1:8 എന്ന് കിട്ടും. സോ ആൻസർ ആയിട്ട് വരേണ്ടത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒരു പഞ്ചസാരയിലെ ഘടക മൂലകങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കേ, കണ്ടോ, ടെക്സ്റ്റ് ബുക്ക് ഫാക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. പഞ്ചസാര എന്ന് പറയുന്നത് എന്താണ്? C12, H22O11. ഇതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. C12, H22O11. എന്തൊക്കെയുണ്ട്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ് വരേണ്ടത്? ഓപ്ഷൻ എ ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ബാക്കി നമുക്ക് നോക്കാം. ഗ്ലൂക്കോസ് ആണെങ്കിലും എന്താണ്? കാർബണും ഹൈഡ്രജനും ഓക്സിജനും തന്നെയാണ് എങ്കിലും അവിടെ എന്താണ്? അതിന്റെ റേഷ്യോയ്ക്ക് വ്യത്യാസമുണ്ട്. C6H12O6 ആണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ജലമാണെങ്കിൽ ഇതാണ് നമുക്ക് ആദ്യമേ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ. ജലത്തിലെ ഘടകമൂലകങ്ങൾ ഏതെല്ലാം? എന്താണ്? ഹൈഡ്രജനും ഓക്സിജനുമാണ്. ജലത്തിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്ര? 2+1 3 ഇതൊക്കെ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മനുഷ്യനെ കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ശബ്ദത്തിന്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ കുറെ തവണ പറഞ്ഞു അല്ലെ ഇത്. അതായത് മനുഷ്യന് കേൾക്കാൻ കഴിയുന്നത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയുള്ള സൗണ്ട് ആണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഏതാണ് ഇവിടെ വരേണ്ടത്? താഴ്ന്ന പരിധി ചോദിക്കുമ്പോൾ അത് 20 ഹെർട്സ് ആണ്. പ്രവൃത്തിയുടെ യൂണിറ്റ്, പ്രവൃത്തി, ഊർജം, അതേപോലെ തന്നെ താപോർജം എല്ലാം എന്താണ്? ജൂളാണ്. അപ്പൊ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ജൂളാണ്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന ഏതാണ് വരേണ്ടത്? അത് സംവഹനമാണ്. ഓക്കെ, സംവഹനമാണ് തന്മാത്രകളുടെ സ്ഥാനമാറ്റം. നമ്മൾ പറഞ്ഞു ദ്രാവകത്തിലും വാതകത്തിലും ഒക്കെ സംവഹനമാണ് വരുന്നത്. ഇനി ചാലനം എന്ന് പറയുമ്പോൾ എന്താണ്? ഖരവസ്തുക്കളിലെ തന്മാത്രകൾ എന്താണ്? ഇത് ചൂടാകുമ്പോൾ തൊട്ടടുത്തയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അത് അല്ലാതെ അവിടെ സ്ഥാനമാറ്റം ഉണ്ടാവുന്നില്ല. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? ദോലനം. ഇതെല്ലാ ക്വസ്റ്റ്യൻസും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ടാണ് വരുന്നതെന്ന്. ഇത് ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് 2026, അതായത് കഴിഞ്ഞ ദിവസം ഒരു LGS ലെവൽ ഒരു എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു. 62/2026. അതാണ് നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത്രയും പഠിച്ചിട്ട് അത് പോയി എഴുതുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാകും. നെക്സ്റ്റ് നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത്. അപ്പൊ ഏതാണിത്? സൗരോർജം, തിരമാല, കാറ്റ്, കൽക്കരി. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം കൽക്കരിയാണ്, പാരമ്പര്യ സ്രോതസ്സാണ്. മറ്റേതെല്ലാം എന്താണ്? പാരമ്പര്യ ഇതര ഊർജ സ്രോതസ്സുകളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് 184/23 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്.
ആറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയങ്ങളിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആറ്റോമിക സിദ്ധാന്തമാണ് പറയുന്നത്. അത് ജോൺ ഡാൾട്ടന്റെ ആറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് വേണ്ടത്. നോക്കാം നമുക്ക്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയും. ഓക്കെ, എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ സി 2ഉം 3ഉമാണ് ഇവിടെ ശരി. കാര്യം അദ്ദേഹം ജോൺ ഡാൾട്ടന്റെ ആറ്റോമിക സിദ്ധാന്ത പ്രകാരം എന്താണ് പറയുന്നത്? അവിടെ എന്താണ്? ആറ്റത്തെ വീണ്ടും വിഭജിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 2ഉം 3ഉമാണ് ഏറ്റവും ശരിയായ പ്രസ്താവന. ഇവിടെ ഇതാണ് ഫാക്ട്. ആറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരും തോറും എന്താണ് സംഭവിക്കുന്നത്? ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നു. പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോഴും എന്താണ്? ആറ്റത്തിന്റെ വലിപ്പം, ലോഹ സ്വഭാവം കുറയുന്നു. ഇനി വലിപ്പം കൂടുന്നു പറയുന്നുണ്ട്. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. നമുക്ക് നോക്കാതൊന്ന് കണ്ടോ. ഒരു പീരീഡില് ഇടത്ത് നിന്ന് വലത്തോട്ട് പോകും തോറും, പീരീഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇങ്ങനെയാണ്, ഇതാണ് സംഭവം, ഇതാണ് ആറ്റോമിക് ഇതാണ് പീരീഡ് എന്ന് പറയുന്നത്. ഈ ഓരോ പീരീഡിലും ഇടത്ത് നിന്ന് വലത്തോട്ട് പോകും തോറും ഷെല്ലുകളുടെ എണ്ണത്തിൽ മാറ്റമുണ്ടാകുന്നില്ല. എന്നാൽ ന്യൂക്ലിയർ ചാർജ് ക്രമേണ കൂടുകയും ബാഹ്യതമ ഷെല്ലിൽ ന്യൂക്ലിയസിന്റെ ആകർഷണബലം കൂടുന്നു. അതുകൊണ്ട് ആറ്റത്തിന്റെ വലിപ്പം ക്രമേണ കുറയും. ഇത് കണ്ട, ഇവിടെ ഇങ്ങനെയാണ് എങ്കിൽ ഇങ്ങോട്ടേക്ക് വരും തോറും ഇതിങ്ങനെ വലുതായി 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 കൊണ്ടിരിക്കും. ഓക്കെ, അതേപോലെ ഇങ്ങോട്ടേക്ക് പോകുന്തോറും എന്താണ് സംഭവിക്കുന്നത്? ചെറുതായി ചെറുതായി കൊണ്ടിരിക്കും. ഇതാണ്. അപ്പൊ പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നു. ഓക്കെ, ഇനി എന്താണ്? ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ആറ്റത്തിന്റെ വലിപ്പം കൂടിക്കൂടി വരും. കണ്ട, ഇതാണ് ഗ്രൂപ്പ്. 1ാം ഗ്രൂപ്പ്, 2ാം ഗ്രൂപ്പ്. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ആറ്റത്തിന്റെ വലിപ്പം കൂടിക്കൂടി വരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം നമുക്ക്. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കുറയുകയല്ല, കൂടുകയാണ്. തെറ്റാണ്. പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു. അവിടെയും തെറ്റാണ്. പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ഇങ്ങനെയാണ് ശരിക്കും വരേണ്ടത്. ഇതിവിടെ ചെറുത്, ഇവിടെ അതിന്റെ വലുത്, ഇവിടെ അതിനേലും വലുത് വരും. ഇവിടെ ഇങ്ങനെയാണ് വരേണ്ടത്. ഇങ്ങോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ അതിന്റെ ചെറുത് വരും, ഇവിടെ അതിലും ചെറുതായിരിക്കും, ഇവിടെ ഇങ്ങനെ പോകും. കണ്ടാ, അതായത് പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ കുറയുകയും ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ കൂടുകയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ലോഹ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം. ഉണ്ടോ? മെറ്റാലിക് ക്യാരക്ടർ എങ്ങനെയാണ് വരുന്നത്? ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും മെറ്റാലിക് ക്യാരക്ടർ കൂടി വരികയാണ് വരുന്നത്. അപ്പൊ എന്താണ്? പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. പീരീഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. ശരിയാണ്. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ലോഹ സ്വഭാവം എന്താണ്? കൂടുകയാണ്. അപ്പൊ ഇതും എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. ഓപ്ഷൻ ബി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഓക്സിജന്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട ശരിയായത്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്സിജന്റെ ആണ്. നിറമില്ല, ഗന്ധമില്ല, കത്തുന്നു. ശരിയായതാണ് വേണ്ടത്. കത്താൻ സഹായിക്കുന്നതാണ് എന്തെന്ന് പറയുന്ന ഓക്സിജൻ. ജലത്തിൽ ലയിക്കും. അതേപോലെ തന്നെ എന്താണ്? നിറമില്ല. ഓക്സിജന് നിറമില്ല. സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്. അലൂമിനിയത്തിന്റെ അയിര് ഏതാണ്? അലൂമിനിയത്തിന്റെ അയിര് എന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ്. അലൂമിനിയത്തിന്റെ അയിരാണ്. ബോക്സൈറ്റ് വരേണ്ടത് കുപ്രൈറ്റ് കോപ്പർ ആണ്. ഹേമറ്റൈറ്റ് ഇരുമ്പാണ്. കലാമിൻ എന്താണ്? സിങ്ക് ആണ്. കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറം എന്താ? കാഡ്മിയം സൾഫൈഡ് കൊടുക്കുന്നത് മഞ്ഞ നിറമാണ്. നോക്കാം നമുക്ക്. കാഡ്മിയം സൾഫൈഡ് ചേർത്ത് കഴിഞ്ഞാൽ ഗ്ലാസിന് ലഭിക്കുന്ന നിറം മഞ്ഞയാണ്. ടെക്സ്റ്റ് ബുക്ക് ഫാക്ട് ആണ്. ഗോൾഡ് ക്ലോറൈഡ് ആണെങ്കിൽ എന്താണ് വരുന്നത്? റൂബി റെഡ് ആണ്. ക്രോമിയം ഓക്സൈഡ് ആണെങ്കിൽ പച്ചയാണ്. കൊബാൾട്ട് ഓക്സൈഡ് ആണെങ്കിൽ നീലയാണ്. ഇത് നാലും നിങ്ങൾ പഠിച്ചു വെക്കണം. കാര്യം ഇനിയും കയറി ചോദിക്കാം. ഇവിടെ കാഡ്മിയം സൾഫൈഡ് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഈ പറയുന്ന ക്രോമിയം ഓക്സൈഡ് ചോദിക്കാം. ക്രോമിയം പച്ച, കൊബാൾട്ട് നീല, ഗോൾഡ് റൂബി റെഡ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മാസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത്. മാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ ആകെ അളവിനെയാണ് മാസ് എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും അത് സ്ഥിരമായിരിക്കും. അപ്പൊ എന്താണ് വേരിയേഷൻ വരുന്നത്? ഭാരത്തിനാണ് വേരിയേഷൻ വരുന്നത്. മാസ് എല്ലായിടത്തും എന്താണ്? തുല്യമായിരിക്കും. ഇനി എന്താണ്?
ഇതിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം. ഇതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റാണ്. സോ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ഓപ്ഷൻ ഡി 1, 2, 3 ഇവിടെ ശരി എന്ന് പറയുന്നത്. വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കാണുവാനായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് വാഹനം ഓടിക്കുമ്പോൾ ഉപയോഗിക്കുന്നത്? കോൺവെക്സ് ദർപ്പണം, കോൺകേവ് ദർപ്പണം, സമതല ദർപ്പണം, ഇവയൊന്നുമല്ല. ഏതാണ് ഉപയോഗിക്കുന്നത്? കോൺവെക്സ് ദർപ്പണമാണ് വാഹനം. നമുക്ക് ചെറിയ അല്ലെ വണ്ടി ഇത്രയും വലിയ വണ്ടിയാണെങ്കിൽ വണ്ടിയുടെ അത്രയും ഉള്ള പ്രതിബിംബമാണോ നമുക്ക് കിട്ടുന്നത്? അല്ല, നമുക്ക് കുറച്ച് ചെറുതായിരിക്കും. സമതലം എന്ന് പറയുമ്പോൾ അതേ തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാണ്? കോൺവെക്സ് ദർപ്പണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മിറേഴ്സിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോൺകേവ് ദർപ്പണം എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? കോൺകേവ് എന്ന് പറയുമ്പോൾ ഷേവിംഗ് മിററിന് കോൺകേവ് ആണ്. നമുക്ക് എന്താണ് നല്ല വലുതായിട്ട് കാണണം അല്ലെ. അതേപോലെ തന്നെ മറ്റേ ഹെഡ്ലൈറ്റ് റിഫ്ലക്ടറുകളിലൊക്കെ കോൺകേവ് ആണ്. ഓക്കെ ആണല്ലോ. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് എന്തെന്ന് പറയുന്നത്? സ്ഥാനാന്തരമാണ് അല്ലെ. നമ്മളിപ്പോ ഒരു എ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെയൊക്കെ പോയിട്ട് ഞാൻ ഇവിടെ ബി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെട്ടു. ഇനി നമ്മൾ സഞ്ചരിച്ച ദൂരം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് മുഴുവൻ കൂട്ടണം. പക്ഷെ നമ്മുടെ സ്ഥാനാന്തരം ചോദിച്ചു കഴിഞ്ഞാൽ എയും ബിയും തമ്മിലുള്ള ഈ നേർരേഖാ ദൂരം എത്രയാണോ അതിനെയാണ് നമ്മൾ പറയുന്നത് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഊർജത്തിന്റെ യൂണിറ്റ്. ഊർജം, പ്രവൃത്തി, താപോർജം എല്ലാം എന്താണ്? ജൂൾ ആണ് വരുന്നത്. ഓപ്ഷൻ സി. വികിരണം വഴി താപപ്രേക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് വികിരണമാണ്. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റമില്ലാതെ അതേതാണ്? ചാലനമാണ്. ഞാൻ ആദ്യമേ കാണിച്ചു തന്നല്ലേ. തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം വരുന്നത് ഏതാണ്? സംവഹനമാണ്. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഏതാണ്? വികിരണം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു സൂര്യപ്രകാശം നമ്മുടെ ഭൂമിയിലേക്ക് ആ ഒരു ചൂട് നമുക്ക് കിട്ടുന്നതൊക്കെ എന്താണ്? വികിരണം എന്ന പ്രോസസ്സ് മൂലമാണ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ പേപ്പറും കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ഏതാണ് ഏകാറ്റോമികം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഏകാറ്റോമിക തന്മാത്ര, ദ്വയാറ്റോമികം അല്ലെങ്കിൽ പോളി ആറ്റോമിക് എന്നൊക്കെ പറയും. അതെങ്ങനെയാണ് വരുന്നത്? ഹീലിയം എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയാണ്? ഹീലിയം He, നമ്മൾ നോർമലി ക്ലോറിന് എഴുതുന്ന Cl2, ഫ്ലൂറിന് എഴുതുന്നത് F2, ഇങ്ങനെയാണ് നമ്മൾ നോർമൽ എഴുതുന്നത്. അതേപോലെ തന്നെ എന്താണ്? വെള്ളം H2O. ഏകാറ്റോമികം എന്ന് പറയുമ്പോൾ അത് ഏകം ഒറ്റയായിട്ട് നിൽക്കാൻ കപ്പാസിറ്റി വേണം. സോ അത് ഏതാണ്? ഹീലിയമാണ്. ഇരുമ്പിന്റെ അയിരുകൾ ബോക്സൈറ്റ് അലൂമിനിയമാണ്, ഹേമറ്റൈറ്റ് ഇരുമ്പാണ്, മാഗ്നറ്റൈറ്റ് ഇരുമ്പാണ്. പക്ഷേ കലാമിന് എന്താണ്? സിങ്കാണ്. സിങ്ക് ബ്ലെൻഡ് സിങ്കാണ്. ബോക്സൈറ്റ് എന്തിൻ്റെതാണ്? അലൂമിനിയമാണ്. ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് ആണ് ഇരുമ്പിന്റെ അയിരുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത്? ഏതാണ് അസറ്റോബാക്ടർ? നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ആണ്. അന്തരീക്ഷത്തിലെ അല്ലെ ആ നൈട്രജനെ ഫിക്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്? അസറ്റോബാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. ആസിഡ് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഏത് എന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആസിഡും ലോഹവും തമ്മിൽ പ്രവർത്തിച്ചാൽ ലിബറേറ്റ് ചെയ്യുന്ന എന്താണ്? ഹൈഡ്രജൻ ആണ്. പാല് കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരാണ് പാസ്ചറൈസേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്? പാല് കേടുകൂടാതെ സൂക്ഷിക്കുന്ന രീതിയാണ്. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതന കോൺ ഉണ്ടാക്കുന്നുവെങ്കിൽ പ്രതിപതന കോൺ എത്ര? പതനകോണും പ്രതിപതന കോണും എന്താണ്? തുല്യമാണ്. പതനകോണും പ്രതിപതന കോണും തുല്യമെന്ന് പറയുമ്പോൾ ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി 30 ഡിഗ്രി ആണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹമാണ് എന്തെന്ന് പറയുന്നത്? യുറാനസ്. പഠിച്ചു വെച്ചോ. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്തത് യുറാനസ് ആണ്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏത്? പാരമ്പര്യമായിട്ട് നമുക്ക് ലഭിക്കുന്നത് എന്തൊക്കെയാണ്? സൗരോർജ്ജമാണോ? അല്ല. തിരമാലയിൽ നിന്നുള്ള ഊർജ്ജമല്ല. കാറ്റല്ല. LPG ലിക്വിഡ് അല്ലെ. ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്, നമ്മുടെ LPG എന്ന് പറയുന്നത് ഭൂമിയുടെ അടിയിൽ ആ ഒരു സംഭവത്തിൽ നിന്നല്ലേ നമുക്ക് LPG കിട്ടുന്നത്. അപ്പൊ LPG എന്ന് പറയുന്നത് ഒരു പാരമ്പര്യ ഊർജ സ്രോതസ്സാണ്. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് താപമാണോ? ഇതിൽ രണ്ടുമല്ല നമുക്കറിയാം. താപമാണോ ഊഷ്മാവാണോ എന്നുള്ളതായിരിക്കും നമുക്ക് അവിടെ ഡൗട്ട് വരുന്നത്. ഓക്കെ, പഠിച്ചു വെച്ചോ. ഊഷ്മാവ് അളക്കുന്നതാണ് തെർമോമീറ്റർ.
ദോലനത്തിന് ഉദാഹരണം എന്താണ്? അപ്പൊ നമ്മളിപ്പോ എത്ര തവണ ദോലനം കണ്ടല്ലേ? ദോലനം കണ്ടു, പാരമ്പര്യ ഊർജ്ജ സ്രോതസ് കണ്ടു, ബേസിക് ആയിട്ടുള്ള അളവുകൾ കണ്ടു. ദോലനത്തിനുള്ള ഉദാഹരണം, ദോലനം എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിലോട്ടും താഴേക്കും ഉള്ളതിനെയാണ് അല്ലെ? സോറി, മുകളിലോട്ടും താഴോട്ടുള്ള ഇങ്ങനെ ഒരു നിശ്ചിത ബിന്ദുവിനെ അടിസ്ഥാനമാക്കി മുൻപോട്ടും പിറകോട്ടും. അത് ഏതാണ് വരുന്നത്? ഊഞ്ഞാല്. ചക്രം തിരിയുന്നു ആണോ? ഭൂമി സൂര്യന് ചുറ്റും തിരിയുന്നത് പരിക്രമണം. ഭൂമി സ്വയം തിരിയുന്നത് എന്താണ്? ഭ്രമണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് 60/2022. ഒരു ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണമാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് തെറ്റാണ് വേണ്ടത്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺ ശരിയാണ്. ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ശരിയല്ലേ? ന്യൂക്ലിയോണുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണമാണ്. ആറ്റത്തിന്റെ ന്യൂക്ലിയസ്, പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ആണ്. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റുദർഫോർഡ് ആണ്. ന്യൂക്ലിയസ് കണ്ടെത്തിയത് റുദർഫോർഡ് ആണ്. ശരിയായ പ്രസ്താവനയാണ്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങളെ പറയുന്ന പേരാണ് ഐസോബാറുകൾ. ഒരേ ആറ്റോമിക നമ്പർ, വ്യത്യസ്ത മാസ് ടോപ്പ് അല്ലെ? വ്യത്യസ്ത മാസ് എന്ന് പറയുമ്പോൾ അത് ഏതാണ്? ഐസോബാർ അല്ല, അത് ഐസോട്ടോൺ ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? 4 മാത്രമാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. ന്യൂക്ലിയോൺ എന്ന് പറയുമ്പോൾ ഏതാണ്? പ്രോട്ടോണും ന്യൂട്രോണിന്റെയും എണ്ണമാണ് നമ്മൾ മാസ് നമ്പർ എന്ന് പറയുമ്പോൾ ഏതാണ്? എ മാസ് നമ്പർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കാം. സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം. സിങ്ക് ബ്ലെൻഡ് എന്താണ്? കാന്തിക വിഭജനം എന്താണ്? പ്ലവന പ്രക്രിയ എന്താണ്? ജലപ്രവാഹത്തിൽ ഏതാണ്? ലീച്ചിങ് ഏതാണെന്നൊക്കെ പറഞ്ഞു തന്നു. അതിൽ പ്രത്യേകം അവർ പറയുന്നുണ്ട് സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിനാണ് പ്ലവന പ്രക്രിയ സാധാരണയായി ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു തന്ന കാര്യമാണ്. കാൽഷ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിലെ നമ്പർ എത്ര? കാൽഷ്യം, അപ്പൊ നമുക്കറിയാം KLMN, ഇതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. കെയിൽ എത്രയാണ്? 2, എല്ലിൽ എത്രയാണ്? 8 വന്നു. എമ്മിൽ ശരിക്കും 18 ആണ്. പക്ഷേ 18 എന്ന് പറയുമ്പോൾ ഇവിടെ 10 വെച്ച് കഴിഞ്ഞാൽ വീണ്ടും 8ഉം കൂടി വേണം അവിടെ സ്റ്റെബിലൈസ് ആവാൻ അല്ലെ? അതിന് സ്റ്റെബിലിറ്റി കിട്ടാനായിട്ട്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത്, ഇവിടെ 8 ഫില്ല് ചെയ്യും, ഇവിടെ 2 ഫില്ല് ചെയ്യും. ഇങ്ങനെയാണ് കാൽഷ്യത്തിന് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അപ്പൊ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ എത്രയും ചോദിച്ചാൽ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4-മത്തെയാണ്. സോ 73 എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് പറയേണ്ടത്. ഡ്യൂട്ടീരിയത്തിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം. ഡ്യൂട്ടീരിയം നോക്കിക്കേ, ഇതാണ് ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത്. ഇത് പ്രൊട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഹൈഡ്രജന്റെ 3 ഐസോട്ടോപ്പുകളാണ്. പ്രൊട്ടിയത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം 0 ആണ്. 1 - 1 0. ഡ്യൂട്ടീരിയത്തിൻ്റെത് 2 - 1 1 ആണ്. ട്രിഷ്യത്തിൻ്റെത് 3 - 1 2 ആണ് ട്രിഷ്യത്തിൻ്റെത്. സോ ആൻസർ വരേണ്ടത് ഏതാണ്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡ്യൂട്ടീരിയത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണമാണ്. ഓപ്ഷൻ സി 2 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. സോറി, 2 അല്ല, ഡ്യൂട്ടീരിയം അല്ലേ പറയുന്നത്? 2 അല്ല, 1 ട്രിഷ്യമാണ്. ഇത് പ്രൊട്ടിയം, ഇത് ഡ്യൂട്ടീരിയം, ഇത് ട്രിഷ്യം. ഓക്കെ, ആൻസർ വരേണ്ടത് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഭക്ഷണപദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തുവാണ് എന്തെന്ന് പറയുന്നത്? സോഡിയം ബെൻസോയേറ്റ്. പഠിച്ചു വെച്ചു. സോഡിയം ബെൻസോയേറ്റ് എന്താണ്? ഭക്ഷണപദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജം, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും വരേണ്ടത്? അപ്പൊ ഗതികോർജം, കൈനറ്റിക് എനർജി എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആ ഒരു ടൈമിൽ, എക്സാമിന്റെ ടൈമിൽ കുറച്ചധികമായിട്ട് കയറി വരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ജസ്റ്റ് ഒന്ന് നമ്മൾ പഠിച്ചു വെച്ചോ. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 12 mv² ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. 12 mv². ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? പ്രവേഗം, വെലോസിറ്റി ആണ് ഇവിടെ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് 12 mv എന്ന് പറയുന്നത് എന്താക്കി മാറ്റി? ഇരട്ടിയാക്കി മാറ്റി. സോ 2v വരും. 2v² എന്ന് വരും. അപ്പൊ ഇവിടെ എന്ത് വരും? 12 m, 2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്, 4v². ഇനി നമുക്ക് ഈ കൈനറ്റിക് എനർജിയുടെ ഫോർമാറ്റിലോട്ട് മാറ്റാനായിട്ട് ഈ 4നെ നമുക്ക് മാറ്റി നിർത്താം. ബാക്കിയുള്ളത് എടുത്ത് എഴുതാം. 12 mv². അതായത് വെലോസിറ്റി v ആയിരുന്ന സമയത്ത് എന്താണ്? 12 mv² ആണ്. അടുത്ത എന്താണ്? 4 × 12 mv² ആണ് വരുന്നത്. അതായത് പ്രവേഗം ഇരട്ടിയാക്കിയപ്പോൾ നമ്മുടെ ഗതികോർജം എന്തായിട്ട് മാറി? 4 ഇരട്ടിയായിട്ട് മാറി.
ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് എന്തെന്ന് പറയുന്നത്? ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തെയാണ് നമ്മൾ ഭാരം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. സോളാർ എനർജി ഇലക്ട്രിക്കൽ എനർജിയായി മാറ്റി പ്രവർത്തിക്കുന്ന ഉപകരണം. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? PSC ക്യാൻസൽ ചെയ്തതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തരംഗദൈർഘ്യം വരുമ്പോൾ നമുക്കറിയാം ഇത് ഇങ്ങനെയാണ് അല്ലെ, വിബ്ജിയോർ, ഇങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്. ഇങ്ങനെ ഒരു ആരോ വരച്ചാൽ മതി. ഇങ്ങോട്ടേക്ക് പോകുന്ന അനുസരിച്ച് തരംഗദൈർഘ്യം കൂടിയാണ് വരുന്നത്. ഇത് തരംഗദൈർഘ്യമാണ്. ഇങ്ങോട്ടേക്കാണെങ്കിൽ എന്താണ്? ആവൃത്തിയാണ്. ഓക്കെ, അപ്പൊ ഏതാണ് തരംഗദൈർഘ്യം കൂടിയെന്ന് പറയുമ്പോൾ ഇവിടെ വയലറ്റ്, ഇൻഡിഗോ, ഇവിടെ ഏതാണ് ലാസ്റ്റ് വരേണ്ടത്? റെഡ് ആണ്. റെഡിന് മുമ്പ് വന്നിരിക്കുന്നതാണ് ഓറഞ്ച്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ കൂടുന്നു എന്ന് പറയുമ്പോൾ ഏതാണ് വരേണ്ടത്? ഓപ്ഷൻ എ, ഓറഞ്ച് ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ്. ഊഷ്മാവ് ഏതിലാണ് നമ്മൾ അളക്കുന്നത്? ഊഷ്മാവാണ് ചോദിച്ചിരിക്കുന്നത്. അത് കെൽവിനാണ്. താപോർജ്ജമാണെങ്കിൽ അവിടെ എന്ത് വന്നേനെ? അത് ജൂള് വന്നേനെ. ഇവിടെ ഊഷ്മാവ് ചോദിച്ചുകൊണ്ട് അത് ഏതാണ്? കെൽവിനാണ്. അപ്പൊ ഏകദേശം 100ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുവരെയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള 100 ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് വേഗം വർക്കൗട്ട് ചെയ്യാം. ഇനി അങ്ങോട്ടേക്ക് അധികം ഞാൻ കൂടുതൽ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യില്ല. കാര്യം മിക്ക കാര്യങ്ങളും ഇപ്പൊ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കാം. ഒരു ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ പറയുന്ന പേരാണെന്ത്? ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണെങ്കിൽ അത് ഐസോടോപ്പ് ആണ്. ഓക്കെ, ആധുനിക പീരിയോഡിക് നിയമം ആരാണ്? നമ്മൾ നേരത്തെ ഇത് ഡോബറൈനിയറിന്റെ എന്തായിരുന്നു പറഞ്ഞത്? ട്രയാഡ്സ്. ഡോബറൈനിയർ ട്രയാഡ്സ് ആണ്. ന്യൂലാൻഡ്സിന്റെ ഒക്ടേവ്സ് ആണ്. മെൻഡലീവ് എന്ന് പറയുമ്പോൾ എന്താണ്? പീരിയോഡിക് ടേബിൾ അവതരിപ്പിച്ച മെൻഡലീഫ് ആണ് അല്ലെ. മാസിന്റെ അടിസ്ഥാനത്തിൽ മൂസ്ലിയാണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ്. ഭൂവൽക്കത്തിൽ ഏതാണ്? അത് ഓക്സിജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏതാണ്? നൈട്രജൻ ആണ്. പ്രപഞ്ചത്തിൽ ഏതാണ്? അത് ഹൈഡ്രജൻ ആണ്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയൺ ഇന്ത്യയിലേത്? അയൺ ആണ്. ബോക്സൈറ്റ് അലൂമിനിയം ആണ്. ഹേമറ്റൈറ്റ് അയൺ ആണ്. കലാമിൻ സിങ്ക് ആണ്. കുപ്രൈറ്റ് എന്താണ്? അത് കോപ്പറിൻ്റെതാണ്. അപ്പൊ ഏതാണ് അയണിന്റെ അയിര് എന്ന് പറയുമ്പോൾ അത് ഹേമറ്റൈറ്റ് ആണ്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം എന്ന് പറയുന്നത്? നൈലോൺ, ബേക്കലൈറ്റ്, പോളിത്തീൻ, പോളിവിനൈൽ ക്ലോറൈഡ്. ഏതാണ് വരേണ്ടത്? അത് നമ്മുടെ നൈലോൺ ആണ് ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം എന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ വരേണ്ടത്? നൈലോൺ. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് റയർ ആയിട്ട് പെട്ടെന്നൊക്കെ കയറി വരുന്ന ക്വസ്റ്റ്യൻസ്. അതൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ ആ ഒരു രീതി തന്നെ പഠിച്ചെടുത്ത് വെക്കണം. കാര്യം തെറ്റിപ്പോകരുത്. പരീക്ഷയ്ക്ക് വരുമ്പോഴേക്കും അത് തെറ്റരുത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതന കോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദർപ്പണത്തിലാണ്. അപ്പൊ അതെങ്ങനെ വരും? പതനകോണും പ്രതിപതന കോണും എന്താണ്? തുല്യമാണ്. അപ്പൊ ഏത് വരും? 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോണും എത്ര വരും? അത് 60 ഡിഗ്രിയാണ്. അതായത് അതിലേക്ക് പതിക്കുന്നത് 60 ഡിഗ്രിയിലാണെങ്കിൽ അതിൽ നിന്ന് പ്രതിപദിക്കുന്നതും എന്താണ്? 60 ഡിഗ്രിയാണ്. അതായത് I=R എന്ന് പറയുന്ന ഒരു നിയമമുണ്ട് നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മഴത്തുള്ളികൾ ഗോളാകൃതിയിലാകാനുള്ള കാരണം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും അത്? മഴത്തുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടുന്നത് പ്രതലബലം കാരണമാണ്. എന്താണ്? പ്രതലബലമാണ്. എന്താണ് റീസൺ പറയുന്നത്? അല്ലെ, അതായത് നമുക്കറിയാം ഒരു ദ്രാവകത്തിന്റെ ഉപരിതലം ഇങ്ങനെ വലിച്ചു കെട്ടിയ പോലെ പ്രവർത്തിക്കത്തില്ല. അതിനെയാണ് നമ്മൾ പ്രതലബലം അഥവാ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വിസ്കസ് ബലം എന്ന് പറഞ്ഞാൽ എന്താണ്? വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദ്രാവകത്തിന്റെ പാളികൾക്കിടയിലുള്ള ബലമാണ് വിസ്കസ് ബലം എന്ന് പറയുന്നത്. ഘർഷണ ബലം നിങ്ങൾക്ക് അറിയാലോ, എന്താണ്? സമ്പർക്കത്തിലിരിക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിൽ ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എന്താണ് അതിനെതിരെയുള്ള ഫോഴ്സിനെയാണ് നമ്മൾ ഘർഷണം എന്ന് പറയുന്നത്. അപ്പൊ ഗോളാകൃതിയിലുള്ള കാരണം എന്താണ്? പ്രതലബലമാണ്, സർഫസ് ടെൻഷൻ. ശബ്ദം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് എവിടെയാണ്? ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത നമ്മൾ കുറെ തവണ പറഞ്ഞു അല്ലേ. എവിടെയാണ് വരേണ്ടത്? ഖരവസ്തുക്കളിലാണ്. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുന്നത് എപ്പോഴാണ്? 4 ഡിഗ്രി സെൽഷ്യസ്. പഠിച്ചു വെക്കണം. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ വരുന്നത് 4 ഡിഗ്രിയിലാണ്. മാസ് പകുതിയാക്കി പ്രവേഗം ഇരട്ടിയാക്കിയാൽ വസ്തുവിന്റെ ഗതികോർജത്തിന് എന്ത് സംഭവിക്കും? കൈനറ്റിക് എനർജി എന്താണ് സംഭവിക്കുന്നത്? ½ mv² ആണ്. ½ mv² എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇവിടെ ½ m എന്ന് പറയുന്നത് എന്താക്കി മാറ്റി? m/2 ആക്കി മാറ്റി. v എന്ന് പറയുന്നത് 2v ആക്കി മാറ്റി.
ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? ഹാഫ് m/2 4b². ഇവിടെ നമുക്ക് ഹാഫ് mb² നമുക്ക് മാറ്റി നിർത്താം. ഹാഫ് mb² അവിടെ കിടക്കട്ടെ. ബാക്കി എന്തൊക്കെ വന്നു? ഇവിടെ ഒരു /2 ഉണ്ട് അല്ലെ, 4a/2 എന്ന് വരും. അതായത് എന്ത് വരും? 2 × ഹാഫ് mv². ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഇതാണ് നമ്മുടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. നിങ്ങൾ ഇവിടെ ഈ രണ്ടും കൂടി കട്ട് ചെയ്ത് mv² ആക്കിയിട്ട് പകുതിയായി എന്നൊന്നും എഴുതി വെക്കരുത്. എന്താണ് ഇവിടെ വരേണ്ടത്? ഇവിടെ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? അല്ലെ, 2 ഇരട്ടിയായിട്ട് മാറി, അതായത് ഇരട്ടിയാകും. ഓക്കെ, ആ ക്വസ്റ്റ്യൻ പേപ്പറും കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്ന ജോഡികളുടെ ഐസോടോപ്പുകൾ ഏതെല്ലാം? ഐസോടോപ്പ് എന്ന് കാണുമ്പോഴേ നിങ്ങൾ എന്ത് നോക്കണം? ഒരേ ആറ്റമാണോ നോക്കുക, ഒരേ മൂലകമാണോ നോക്കുക. ഇവിടെ ഹൈഡ്രജനും ഹീലിയവും ഇതുമല്ല. ഇനി എന്താണ്? H12 H13 എന്താണ്? ഹൈഡ്രജന്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയം ട്രിഷ്യുമാണ് തന്നിരിക്കുന്നത്. ഇതേതാണ്? കാർബൺ 13ഉം കാർബൺ 12ഉമാണ് തന്നിരിക്കുന്നത്. ഇത് രണ്ടും എന്താണ്? ഐസോടോപ്പുകളാണ്. സോ ആൻസർ ആയിട്ട് വരേണ്ടത് ഐസോടോപ്പുകൾ ഏതെല്ലാം എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. 2ഉം 4ഉമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. മൂലകങ്ങളെ അവയുടെ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരിച്ചത് ആരാണ്? മോസ്ലിയാണ്. ലാവോസിയർ എന്തായിരുന്നു ചെയ്തത്? മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും കാറ്റഗറൈസ് ചെയ്തു. മെൻഡലീവ് ആറ്റോമിക ഭാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്ര? എങ്ങനെയാണ്? H2O. ഏതൊക്കെയാണ്? 2 ഹൈഡ്രജനും 1 ഓക്സിജനും. സോ ടോട്ടൽ എത്ര വരും? 3 വരും. ബേക്കിംഗ് സോഡ എന്നതിന്റെ രാസസൂത്രം ബേക്കിംഗ് സോഡയാണ്. ഏതാണ്? ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് സോഡിയം ബൈകാർബണേറ്റ് ആണ്. സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയുന്നത് NaCO3 ആണ്. Na2CO3 എന്ന് പറഞ്ഞാൽ എന്താണ്? സോഡിയം കാർബണേറ്റ് ആണ്. സോഡിയം കാർബണേറ്റ് ആണ് Na2CO3 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് നമുക്ക് ഊർജത്തിന്റെ ഡയമെൻഷണൽ സമവാക്യം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഊർജം ഇതൊന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചോ. 76B ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത് നമ്മൾ ശരിക്കും നമ്മൾ ക്ലാസ്സിൽ വ്യക്തമായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ യൂണിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡയമെൻഷണൽ സമവാക്യം ചോദിക്കുന്നത്. ഫാരൻഹീറ്റ് താപനില സെൽഷ്യസ് സ്കെയിലിൽ ജലത്തിന്റെ തിളനില എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തല്ലോ, എന്താണ്? സെൽഷ്യസിനെ ഫാരൻഹീറ്റിലോട്ട് മാറ്റാൻ, അല്ലെ, ഫാരൻഹീറ്റിനെ സെൽഷ്യസിലോട്ട് മാറ്റാനായിട്ട് F-32 × 5/9 ആണ് ഇക്വേഷൻ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? തിരിച്ചല്ലേ വേണ്ടത്? ഫാരൻഹീറ്റിനെ നമുക്ക് സെൽഷ്യസിലോട്ട് മാറ്റണം. തിരിച്ച്, അതായത് സെൽഷ്യസിനെ അപ്പൊ നമുക്ക് എന്തറിയാം? നമുക്ക് സെൽഷ്യസ് അറിയാം. അപ്പൊ നമുക്ക് ഫാരൻഹീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഈ ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്തെടുക്കാം. അതായത് C ഇവിടെ എന്ത് വരും? 9/5 = F-32 എന്ന് കിട്ടും. അതായത് C × 9/5 + 32 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൽഷ്യസിലുള്ളതിനെ നമുക്ക് ഫാരൻഹീറ്റിലോട്ട് കിട്ടും. ജലത്തിന്റെ തിളനിലയാണ് ചോദിച്ചിരിക്കുന്നത്. ജലത്തിന്റെ തിളനില നമുക്കറിയാം 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിന്റെ തിളനില എന്ന് പറയുന്നത്. സോ ഇവിടെ എന്ത് വരും? 100 × എന്ത് വരും? 9/5 + 32 എന്ന് വരും. ഇതും കൂടി കട്ടായി പോകും. ഇവിടെ 2 തവണ 20 × 9 എന്ന് പറയുമ്പോൾ 180 + 32 വരും. അതായത് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് 100 ഡിഗ്രി സെൽഷ്യസിന് തുല്യമായിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിത ഉള്ളത് ഏതാണ്? വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ചോദിച്ചാൽ അത് പഠിച്ചു വെച്ചോ, ജലമാണ്. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഗുരുത്വബലവും ഏറ്റവും ശക്തിയേറിയത് ഏതാണ്? ന്യൂക്ലിയർ ഫോഴ്സുമാണ്, ആണവ ബലവുമാണ്. മനുഷ്യന്റെ ശ്രവണ പരിധി എത്രയാണ്? 20 ഹെർട്സ് മുതൽ 2000 അല്ല, 20 ഹെർട്സ് മുതൽ എത്രയാണ്? 20,000 ഹെർട്സ് വരെ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. തെറ്റായ ജോഡി ഏത്? അലക്കുകാരം സോഡിയം കാർബൺ ഓക്സിജൻ, വൈറ്റമിൻ സി കാർബൺ ക്ലോറിൻ ഹൈഡ്രജൻ, പഞ്ചസാര കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഓക്സിജൻ. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? CO2 ആണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്.
അപ്പൊ അവിടെ വരുന്നത് കാർബണും ഓക്സിജനുമാണ്. അത് ഓക്കെ ആണല്ലോ. പഞ്ചസാര നമ്മൾ പറഞ്ഞല്ലേ, കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. അലക്കുകാരത്തിലും നമ്മൾ പറഞ്ഞു സോഡിയം കാർബണേറ്റ് അല്ലെ, അവിടെ എന്ത് വരും? സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം കാർബണേറ്റ് ആണ്, Na2CO3 ആണ്. അവിടെ എന്ത് വരും? സോഡിയം ഉണ്ട്, കാർബൺ ഉണ്ട്, ഓക്സിജനും ഉണ്ട്. അതും ശരിയാണ്. ഇതെല്ലാം ഇവിടെ ശരിയാണ്. നമുക്ക് വരേണ്ടത് വൈറ്റമിൻ സി എന്ന് പറയുന്ന അസ്കോർബിക് ആസിഡ് ആണ്. അവിടെ ക്ലോറിന്റെ പ്രസൻസ് ഒന്നുമില്ല. അപ്പൊ ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്തത്. അൽനിക്കോ എന്താണ്? അൽനിക്കോ എന്ന് പറയുന്നത് അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, പിന്നെ ഇരുമ്പും കൂടി വരും. ഇതിനെയാണ് നമ്മൾ അൽനിക്കോ എന്ന് പറയുന്നത്. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? മഗ്നീഷ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽ, ഇത് നമ്മൾ ആ ഒരു പീരിയോഡിക് ടേബിളിന്റെ ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട്. ഉപലോഹങ്ങൾ എന്ന് പറയുന്നത് ജർമേനിയം, സിലിക്കൺ, ആർസനിക് ആണ്. പഠിച്ചു വെക്കണം. ജർമേനിയം, സിലിക്കൺ, ആർസനിക്കിനെയാണ് നമ്മൾ ഉപലോഹങ്ങൾ എന്ന് പറയുന്നത്. സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും എന്താണ്? കുറച്ചു മുമ്പ് കൂടി പറഞ്ഞു തന്നല്ലേ, ആസിഡും ലോഹങ്ങളുമായി പ്രവർത്തിച്ച് പുറപ്പെടുവിക്കുന്ന വാതകം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈഡ്രജൻ ആണ്. രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് സൾഫ്യൂരിക് ആസിഡിനെ അമ്ലം അറിയപ്പെടുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ ഏതെല്ലാം സന്ദർഭങ്ങൾ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നു? രാസവള നിർമ്മാണമുണ്ട്, പാഴ്ജല ശുദ്ധീകരണമുണ്ട്, മഷിയുടെ നിർമ്മാണം എന്താണ്? ടാനിക് ആസിഡ് ആണ്. ഭക്ഷണത്തിന്റെ ദഹനം ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്നത് പിക്ചർ വെച്ച് കാണിച്ചു തന്നതാണ്. അതേതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അപ്പൊ ആൻസർ ഏത് വരും? 1ഉം 3ഉം ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 30 സെന്റിമീറ്റർ ആണ് എങ്കിൽ ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്ര? ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാൻ F=R/2 ആണ് ഇക്വേഷൻ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വക്രത ആരം 30 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? 30/2 15 സെന്റിമീറ്റർ ആണ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ്. എന്തിന്റെ യൂണിറ്റ് ആണ്? പ്രകാശവർഷം. പ്രകാശവർഷം എന്ന് പറയുന്നത് ഏതാണ്? ദൂരം അല്ലെ, ദൂരം കണക്കാക്കുന്നതിനെയാണ് നമ്മൾ നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരമൊക്കെ പറയുന്നതിനെയാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് പ്രകാശവർഷം എന്ന് പറയുന്നത്. 20 ഹെർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിൽ മുകളിലുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? നോക്കാം നമുക്ക്. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ്? ഇൻഫ്രാസോണിക് ആണ്. ശരിയാണ്. വവ്വാലുകൾ അൾട്രാസോണിക് തരംഗങ്ങളാണ് ഉണ്ടാക്കുന്നത്. സോണാറിൽ ഇൻഫ്രാസോണിക്, സോണാറിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? അൾട്രാസോണിക് ആണ് സോണാറിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഏതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്? ഓപ്ഷൻ 1ഉം 2ഉമാണ് ഇവിടെ ശരി. നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനയാണ്. സോ ഓപ്ഷൻ 1 and 2 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണം. അപ്പൊ എന്താണ് നെഗറ്റീവ് പ്രവൃത്തി, എന്താണ് പോസിറ്റീവ് പ്രവൃത്തി എന്ന് പറഞ്ഞു തന്നല്ലേ. അപ്പൊ ഇവിടെ നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണം ചോദിക്കുമ്പോൾ ഒരു വസ്തു താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുവാണ്. ഇത് ഭൂമിയും അതിന് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങോട്ടേക്ക് തന്നെ വലിക്കുവാണ്. സോ അതെന്താണ്? ഇത് പോസിറ്റീവ് പ്രവൃത്തിയാണ്. ഒരു വസ്തു ഉയർത്തുന്നു, ഞാൻ ഇവിടെ നിന്ന് ഒരു വസ്തു മുകളിലേക്ക് ഉയർത്തുന്നു, ഭൂമി അതിനെ താഴേക്ക് വലിക്കുന്നു. രണ്ടും ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇവിടെ എന്താണിത്? നെഗറ്റീവ് പ്രവൃത്തിയാണ്. ഒരു വസ്തു ചരിവ് തലത്തിലൂടെ എങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം ഇവിടെ നിന്ന് ഇങ്ങനെ ഉരുണ്ട് പോകുകയാണ്. അവിടെ ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്ന ഘർഷണ ബലം ഇതിനെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇത് ഉരുണ്ട് മുന്നോട്ട് പോകും. അവിടെയും അപ്പൊ എന്താണിത്? നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ് വരുന്നത്? 2ഉം 3ഉം നെഗറ്റീവ് ആണ്. നെഗറ്റീവ് പ്രവൃത്തിയല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ സി 2ഉം 3ഉം ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ/സെക്കൻഡ് ആയാൽ ലോറിയുടെ ത്വരണം എത്ര? ആക്സലറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ആക്സലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? A=V-U/T. V എന്ന് പറയുന്നത് അന്ത്യപ്രവേഗവും U എന്ന് പറയുന്നത് ആദ്യ പ്രവേഗവുമാണ്. നിശ്ചലാവസ്ഥയിലാണ് അല്ലെ ലോറി ഇരിക്കുന്നത്. സോ അതിന്റെ തുടക്കത്തിലെ അതിന്റെ പ്രവേഗം എന്ന് പറയുന്നത് 0 ആണ്. അത് എവിടം വരെ എത്തി? 30 മീറ്റർ/സെക്കൻഡ് വരെ എത്തി. സോ ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് 30 - 0 എത്ര സമയം കൊണ്ട്? 5 സെക്കൻഡ് കൊണ്ട്. 30/5 എന്ന് വരും. 30/5 എന്ന് പറയുമ്പോൾ എത്രയാണ് വരേണ്ടത്? 6 മീറ്റർ/സെക്കൻഡ്² ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ആറ്റോമിക കണികകൾ ഏവയെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനം. അപ്പൊ നമുക്കറിയാം എങ്ങനെയാണ് ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അതില് എപ്പോഴും ഇലക്ട്രോൺസ്, ഒന്നുകിൽ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തുകൊണ്ട് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും, അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ നേടിക്കൊണ്ട്. അങ്ങനെയാണല്ലോ. അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്? ഇലക്ട്രോൺ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഒരു എലമെന്റിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? പ്രോട്ടോൺ ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ന്യൂട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ അത് ന്യൂട്രൽ ആണ്. പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ചാർജ് ആണ്. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ ഏതാണ്? സിങ്കിന്റെ അയിരിനെയാണ് നമ്മൾ കലാമിൻ എന്ന് പറയുന്നത്. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്ന ഏതാണ്? ഭാവിയിലെ ഇന്ധനമാണ് ഹൈഡ്രജൻ. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം. ബാത്തിങ് സോപ്പ് നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്നത്, അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര മൈൽഡായ സോപ്പായിരിക്കും അവിടെ ഉപയോഗിക്കുന്നത്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, സോപ്പ് നിർമ്മാണത്തിന് മെയിൻ ആയിട്ട് വരുന്ന സോഡിയം ഹൈഡ്രോക്സൈഡുകളാണ്. ഇനി വാഷിംഗ് അതായത് നമ്മുടെ അലക്ക് സോപ്പാണെങ്കിലോ അവിടെ അത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഉപയോഗിക്കുന്നത്. അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ലസൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയാൻ സാധിക്കാത്ത മൂലകമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പൊ ലസൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ജൈവ സംയുക്തങ്ങളിലൊക്കെ നൈട്രജൻ, സൾഫർ, അതായത് ഹാലോജൻസ് ആയിട്ടുള്ള ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്നിവയുടെയൊക്കെ പ്രസൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് വരുന്നത്? ഈ പറയുന്ന ലസൻസ് ടെസ്റ്റ് നടത്തുന്നത്. അപ്പൊ അതിൽ പരീക്ഷിക്കാൻ പറ്റാത്തത് ഏതാണ്? ഓക്സിജൻ ആണ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഊർജം എന്ന് പറയുന്നത്. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റത്തെയാണ് എന്ത് പറയുന്നത്? ചലനം എന്ന് പറയുന്നു. ഇപ്പൊ നമ്മൾ പറയില്ലേ, അതായത് ഒരു പശുവിന്റെ മുകളിൽ ഇരിക്കുന്ന കാക്ക, ഈ കാക്കയെ സംബന്ധിച്ച് കാക്ക അനങ്ങാതിരിക്കുകയാണ്. പക്ഷെ ചുറ്റുമുള്ള പശു അനങ്ങുന്നതനുസരിച്ചിട്ട് നമ്മുടെ ചുറ്റുപാടിനെ അപേക്ഷിച്ച്, ചുറ്റുമുള്ള ഒരു മരത്തിനെ അപേക്ഷിച്ച് കാക്ക എന്ത് ചെയ്യുന്നുണ്ട്? ചലിക്കുന്നുണ്ട്. പക്ഷെ കാക്ക എന്താണ്? ആ പശുവിനെ അപേക്ഷിച്ച് കാക്കയ്ക്ക് ചലനമുണ്ടോ? ഇല്ല, കാക്ക അനങ്ങാതിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് പറയുന്നത്, ഒരു വസ്തുവിനെ അപേക്ഷിച്ച് നമ്മുടെ ചുറ്റുപാടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അത് ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയുവാണ്, ഞാനിപ്പോ ഭൂമിയിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുവാണ്, അനങ്ങാതെ നിൽക്കുവാണ്, നമ്മൾ ചലിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കാര്യം നമ്മുടെ ചുറ്റുമുള്ളതിനെ അപേക്ഷിച്ച് നമ്മൾ ചലിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള സൂര്യനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭൂമി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, കൂട്ടത്തിൽ നമ്മളും ചലിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്? ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റത്തെ പറയുന്ന പേരാണ് ചലനം. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത്? ഇത് നമുക്കിവിടെ ഇപ്പൊ നമുക്ക് പറയാം, ബോസ്, ഐൻസ്റ്റീൻ, കണ്ടൻസേറ്റ്, ഫെർമിയോണിക്, ജാൻ ടെല്ലർ മാറ്റർ എന്നൊക്കെ പറഞ്ഞ കുറെ ഉണ്ട്. പക്ഷെ ഇത് നമുക്ക് ആ ഒരു പരീക്ഷയ്ക്ക്, അതായത് 29/24 പരീക്ഷയ്ക്ക് ആൻസർ ആയിട്ട് തന്നിരുന്നത് 5 ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് 10⁵ ഡൈനിയാണ് ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത്. നമ്മൾ അളവുകളും യൂണിറ്റുകളും എന്ന് പറയുന്ന ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്ന എല്ലാം നമുക്ക് എഴുതാൻ പറ്റും. സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ്? പ്ലൂട്ടോയാണ് സൗരയൂഥത്തിൽ നിന്ന് പുറത്താക്കിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. താഴെ പറയുന്നവയിൽ ഏതിന്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? ന്യൂട്രോൺ ഇല്ലാത്തത് ഏതാണ്? ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകളായ പ്രൊട്ടീരിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യമാണ് തന്നിരിക്കുന്നത്. ന്യൂട്രോൺ ഇല്ലാത്തത് പ്രൊട്ടീയത്തിനാണ്. ഡ്യൂട്ടീരിയത്തിന് 1 ന്യൂട്രോണും ട്രിഷ്യത്തിന് 2 ന്യൂട്രോണുമാണ്. കേശലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ, അതെങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ പറയുന്നത്? 2n². അതിൽ എങ്ങനെ വരും? KLMN. ഇത് കെയില്, ഓക്കെ, ഇത് എല്ലില്, ഇത് എമ്മില്, ഇത് എൻ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ എന്താണ്? കേശലിൽ ഉൾക്കൊള്ളാവുന്നത് എത്രയാണ്? 2. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലം. അപ്പൊ പ്രതലബലം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരു വസ്തുവില് അല്ലെങ്കിൽ ഒരു വാട്ടറില് അതിന്റെ മുകളിലുള്ള എന്താണ് ഈ തന്മാത്രകളെല്ലാം കൂടി ക്ലൂസിൽ അവർ ഒരു വലിവ് ബലം ഉണ്ടാകും. അപ്പൊ നമ്മൾ സോപ്പ് ഉപയോഗിക്കുമ്പോൾ ഈ ഒരു ബലത്തിന് അവിടെ എന്ത് പറ്റും? അവിടെ ഒരു കുറയും. അപ്പൊ അതിന് സുഖമായിട്ട് തുണിയുടെ ഉള്ളിലോട്ടൊക്കെ കയറാൻ പറ്റും. അതിനാണ് നമ്മൾ ശരിക്കും സോപ്പ് ചേർക്കുന്നത്. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലം എന്താണ് സംഭവിക്കുന്നത്? കുറയുന്നു. മെൻഡലീഫിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്താണ്? ആറ്റോമിക മാസിന്റെയാണ്. ആറ്റോമിക മാസിന്റെ എന്ത് ക്രമത്തിലാണ്? ആവരോഹണ ക്രമത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. അവരോഹണം എന്ന് പറയുമ്പോൾ എന്താണ്? വലുതിൽ നിന്ന് ചെറുതിലോട്ടല്ലേ. അപ്പൊ ഇവിടെ ഏതാണ്? ആരോഹണമാണ് ആൻസർ വരുന്നത്. അതായത് ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ആരോഹണ ക്രമത്തിലാണ്, ചെറുതിൽ നിന്ന് വലുതിലോട്ട് എന്ന ക്രമത്തിലാണ് എന്ത് ചെയ്തിരുന്നത്? മെൻഡലീവ്. അതിനുശേഷം ആരാണ് വന്നത്? നമ്മുടെ
അല്ലെ ആറ്റോമിക് നമ്പറിന്റെ ബേസിൽ ആരായിരുന്നു? അത് ഹെൻറി മോസ്ലി ആണ്. നെക്സ്റ്റ് നോക്കാം, സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷത്തിലൂടെ പുറത്തുവിടുന്ന വാതകം. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ചിട്ട് ഓക്സിജനെ ലിബറേറ്റ് ചെയ്യുന്നു. പുറത്തുവിടുന്നത് ഏതാണ്? ഓക്സിജൻ ആണ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? എർഗ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് എർഗ് ആണ്. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ, നമുക്കറിയാം ഒരു വസ്തുവിനെ ഉരുണ്ടു പോകാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. നിരക്കി കൊണ്ടുപോകുന്നതിലും എളുപ്പമാണ് അത് ഉരുട്ടി കൊണ്ടുപോകാൻ. അപ്പൊ എന്താണ്? ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തിലേക്കാൾ കുറവായിരിക്കും. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് നമ്മൾ പറഞ്ഞു മാസ് അഥവാ എന്ത് പറയും? പിണ്ഡം എന്ന് പറയും. സൂര്യനിൽ നിന്ന് പ്രകാശത്തിന് ഭൂമിയിൽ എത്താനുള്ള സമയം എന്ന് പറയുന്നത് 8.2 മിനിറ്റ് അഥവാ 500 സെക്കൻഡ് ആണ്. ഓക്കെ. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ്. സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? നേർരേഖാ ദൂരം അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞു എയിൽ നിന്ന് ബിയിലേക്ക് ഞാൻ ഇങ്ങനെ ചുറ്റി ബിയിൽ വന്നു. പക്ഷെ സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഏറ്റവും ചെറിയ നേർരേഖാ ദൂരമാണ്. അപ്പൊ അത് ദൂരമാണ്. സോ അവിടെ എന്തായിരിക്കും വരേണ്ടത്? മീറ്റർ ആണ് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം, ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക. എന്താണ്? അല്ലെ, ഇതൊരു ആറ്റം ആണെങ്കിൽ അതിനുള്ളിൽ നമുക്ക് എന്തൊക്കെയുണ്ട്? ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. അതിനെ ചുറ്റി ആരാണുള്ളത്? ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്നത് ആരാണ്? ഇലക്ട്രോൺ ആണ്. ഇരുമ്പിന്റെ ധാതു ഏതാണ്? ഹേമറ്റൈറ്റ് ആണ്. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത്, കോൾ ഗ്യാസ് എന്ന് പറയുന്നത് നമ്മൾ കൽക്കരി, അതിനെ വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ വരുന്നതാണ് കോൾ ഗ്യാസ് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെയുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്, ഈ പറയുന്ന മീഥേൻ ഉണ്ട്, കാർബൺ മോണോക്സൈഡ് ഒക്കെ ഉണ്ട്. ശരിക്കും അത് ഭയങ്കര ദോഷകരമായ ഒരു സാധനമാണ്. അപ്പൊ കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ള ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? ഹൈഡ്രജൻ ആണ്. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം ഞാൻ നേരത്തെ പറഞ്ഞു. ഏതാണ്? വാഷിംഗ് സോപ്പ്. ബാത്തിങ് സോപ്പ് ആണെങ്കിൽ അത് സോഡിയം ഹൈഡ്രോക്സൈഡ് വന്നേനെ. ഇത് ബാത്തിങ് സോപ്പാണ്. ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്ന വാഷിംഗ് സോപ്പാണ്. അവിടെ ഏതാണ്? അത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയത് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓക്സിജൻ. ആ ഒരു ഫാമിലിയിൽ വരുന്നത് ചാൽക്കൂജൻസ്, ആ ഒരു ഗ്രൂപ്പ് വരുന്നത്. ഓക്കെ. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ 2 ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ചത് ആരാണ്? അത് നമ്മുടെ ഐൻസ്റ്റീൻ ആണ്. ഐൻസ്റ്റീൻ. ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം, ഇത് എന്തായിരുന്നു? ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഒരു അക്ഷരത്തെ അടിസ്ഥാനമാക്കി അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം, ക്യാൻസൽ ചെയ്തു. ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള ഏകമാണ്? ന്യൂട്ടൺ എന്താണ് വരുന്നത്? ബലത്തിന്റെ യൂണിറ്റ് ആണ് എന്ത്? ന്യൂട്ടൺ എന്ന് പറയുന്നത്. മർദ്ദം പാസ്കൽ ആണ്. സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില എന്ന് പറയുന്നത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് വൈദ്യുത ചാർജ് എന്ന് പറയുമ്പോൾ അത് ഏതാണ്? പ്ലാസ്മ അവസ്ഥയിലാണ് വൈദ്യുത ചാർജ് ആയിട്ട് കാണപ്പെടുന്നത്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണ് 32/2021 ആണ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് എന്തിനാണ്? ഇലക്ട്രോൺ ആണ്. തോറിയത്തിന്റെ അയിരാണ് മോണോസൈറ്റ് എന്ന് പറയുന്നത്. ബോക്സൈറ്റ് എന്താണ്? ബോക്സൈറ്റ് എന്ന് പറയുന്നത് അലൂമിനിയത്തിൻ്റെതാണ്. ഗലീന എന്തിൻ്റെതാണ്? ഗലീന എന്ന് പറയുന്നത് ലെഡിന്റെ അയിരാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഏതാണ് പറയുന്നത്? പിച്ച് ബ്ലെൻഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഈ പറയുന്ന എല്ലാം പഠിച്ചു വെക്കേണ്ടതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. എന്തൊക്കെയാണ് പറഞ്ഞ? മോണോസൈറ്റ് പറഞ്ഞു, തോറിയം ആണെന്ന് പറഞ്ഞു. പിച്ച് ബ്ലെൻഡ് എന്ന് പറയുന്നത് യുറേനിയം ആണ്, യുറേനിയത്തിന്റെ അയിരാണ്. ഗലീന എന്താണ്? ഗലീന എന്ന് പറയുന്നത് ലെഡിന്റെ അയിരാണ്. ബോക്സൈറ്റ് എന്ന് പറയുന്നത് അലൂമിനിയത്തിന്റെ അയിരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. മാസ് നമ്പർ 2 ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ഏതാണ്? മാസ് നമ്പർ വരുന്നത് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഇത് 1, ഇത് 2, ഇത് 3. ഓക്കെ, 2 ഏതാണ്? ഡ്യൂട്ടീരിയം ആണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന 2ാമത്തെ മൂലകം, അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് നൈട്രജൻ ആണ്. 2ാമത് കാണുന്നത് ഏതാണ്? നമുക്ക് വരുന്നത് ഓക്സിജൻ ആണ് വരുന്നത്. ഓക്സിജൻ. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണമാണ് എന്തെന്ന് പറയുന്നത്? സോപ്പ്. എണ്ണയോ കൊഴുപ്പോ എന്താണ്? ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്നതിനെയാണ് നമ്മൾ സോപ്പ് എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ. ഊർജം അളക്കുന്ന യൂണിറ്റ്. ഊർജം ഏതാണ്? കുറെ തവണ പറഞ്ഞു, ജൂളാണ്. തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനത്തെയാണ് എന്ത് പറയുന്നത്? സമചലനം. തുല്യ സമയം തുല്യ ദൂരമായിരിക്കണം.
ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തിയാണ് എന്ത്? ബലം. അല്ലെ? ഒരു ബലം പ്രയോഗിക്കുമ്പോഴാണ് എന്ത് വരുന്നത്? ഒരു വസ്തു മുന്നോട്ടോ അല്ലെങ്കിൽ പിന്നോട്ടോ എന്ത് ചെയ്യുന്നത്? സഞ്ചരിക്കുന്നത്. സൗരയൂഥം പിന്നിട്ട ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകമാണ് എന്തെന്ന് പറയുന്നത്? ഏതാണ്? നമ്മുടെ വോയേജർ 1 എന്ന് പറയുന്നത്. സൗരയൂഥം പിന്നിട്ടത്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകങ്ങളെയാണ് എന്ത് പറയുന്നത്? ഡി ബ്ലോക്ക് എലമെന്റ്സ്. നമുക്കറിയാം 3 മുതൽ 12 വരെയുള്ള ആ ഒരു ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്, സംക്രമണ മൂലകങ്ങളാണ് നിറമുള്ള സംയുക്തങ്ങളെ ഉണ്ടാക്കുന്നത്. സംക്രമണ മൂലകങ്ങളുടെ ആദ്യത്തെ വരിയിൽ ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഓർബിറ്റലിലാണ്? അതായത് നമുക്ക് ഏത് ഓർബിറ്റലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 3D ആയിരിക്കും. ഓക്കെ. 3D കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? അല്ലെ? ഫോറസ്. അത് കഴിഞ്ഞിട്ടാണ് ഫോറസിലേക്ക് പോകുന്നത്. ഫോറസ് കഴിഞ്ഞിട്ട് എന്ത് വരും? 3D പോകുക. ആ ഒരു ഇലക്ട്രോൺ വിന്യാസത്തിനൊരു റൂൾ ഉണ്ട്. ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകമാണ് ഇത് ഹൈഡ്രജൻ. സോപ്പ് നിർമ്മാണത്തിന് സോപ്പിനെ ഗ്ലിസറിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. ഈ പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് എന്ത്? സോൾട്ടിങ് ഔട്ട് എന്ന് പറയും. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. വൈദ്യോർജ്ജത്തെ യാന്ത്രികോർജ്ജവും താപോർജ്ജവുമാക്കി മാറ്റുന്നത്. വൈദ്യുതോർജ്ജത്തെ എന്തൊക്കെയാക്കി മാറ്റണം? യാന്ത്രികോർജ്ജമാക്കണം, താപോർജ്ജവുമാക്കണം. ഇവിടെ എന്താണ്? ഇലക്ട്രിക് ഫാനിൽ താപോർജ്ജമുണ്ട്. ഇലക്ട്രിക് ബൾബിലാണെങ്കിൽ പ്രകാശോർജ്ജവും താപോർജ്ജവും വരും. ഇലക്ട്രിക് ഫാനിലാണ് എന്ത് വരുന്നത്? യാന്ത്രികോർജ്ജവും ഉണ്ട്, അവിടെ താപോർജ്ജവും ലഭിക്കും. ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ എന്താണ്? എന്തൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്. അങ്ങനെ നമ്മൾ പഠിക്കുന്നില്ലേ? 5 എണ്ണം ഉണ്ട്. അതിൽ നമുക്ക് 5ാമത് വരുന്നത് ഫെർമിയോണിക്ക് വേണ്ടിയാണ് ബോസ് വരുന്നത്. അപ്പൊ 5ാമത്തെ ഏതാണ്? ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ഐസിൽ കറിയുപ്പ് ചേർത്താൽ ദ്രവണാങ്കം എന്ത് സംഭവിക്കും? ദ്രവണാങ്കം കുറയും. പെട്ടെന്ന് ഐസ് ഉരുകാനൊക്കെ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ റോഡുകളിൽ എന്താണ്? ഐസ് വീണ് കഴിയുമ്പോൾ അവിടെ ഉപ്പ് വിതറാറുണ്ട്. എന്തിനാണ്? പെട്ടെന്ന് അത് ഉരുകിപ്പോകാനായിട്ട്. സ്പ്രിംഗ് ത്രാസിന്റെ പ്രവർത്തനത്തിന്റെ പിന്നിലെ അടിസ്ഥാന നിയമം ചോദിച്ചാൽ ഹുക്സ് നിയമമാണ്. ഹുക്സ് നിയമം എന്ന് പറഞ്ഞാൽ സ്പ്രിങ്ങുമിന്റെ വെയിറ്റും അതിന്റെ ആ ഒരു നീളവും തമ്മിലുള്ള ഒരു പ്രൊപ്പോർഷനായിട്ട് ബന്ധപ്പെട്ടതാണ് ഹുക്സ് നിയമം വരുന്നത്. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കും. ചാന്ദ്രയാത്ര കഴിഞ്ഞ് നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രം ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്? ഏതാണ്? അത് പസഫിക് ഓഷ്യൻ ആണ്. അതായത് അവർ അപ്പോളോ 11 സഞ്ചരിച്ചിട്ട് തിരിച്ചു വരും. ആരൊക്കെ? നീൽ ആംസ്ട്രോങ്, മൈക്കൽ കോളിൻസ് ഒക്കെ. ഏത് വർഷം? 1969 ജൂലൈ 24. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ഏത് സംയുക്തത്തെ ചൂടാക്കിയാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? ഏതാണ്? മെർക്കുറിക് ഓക്സൈഡിനെ ചൂടാക്കിയിട്ടാണ് ഓക്സിജൻ നിർമ്മിക്കുന്നത്. അപ്പോൾ ഓക്സിജൻ കണ്ടെത്തിയത് ആരാണ്? ജോസഫ് പ്രീസ്ലി. അതിനുശേഷം അതിന് പേര് നൽകിയത് ആരാണ്? ലാവോസിയ. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതായത് നമ്മുടെ ഏതാണ്? 62/2026 ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണുന്ന കണങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയായിരിക്കും ന്യൂക്ലിയസിലുള്ളത്? ഇലക്ട്രോൺ ഇല്ല അല്ലേ? അപ്പൊ ഏതാണ്? പ്രോട്ടോണും ന്യൂട്രോണുമാണ്. പ്രകാശത്തിന്റെ വേഗത ഏറ്റവും കൂടുതൽ എവിടെയാണ്? പ്രകാശ വേഗത ഏറ്റവും കൂടുതലുള്ളത് ശൂന്യതയിലാണ്. ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ബോക്സ് കിടപ്പുണ്ട്, ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. പ്രകാശ വേഗത ഏറ്റവും കൂടുതൽ എവിടെയാണ്? ശൂന്യതയിലാണ്. കൂട്ടത്തിൽ പെടാത്തത്. ദൂരം, സമയം, മാസ്, സ്ഥാനാന്തരം. സ്ഥാനാന്തരമാണ്. സ്ഥാനാന്തരം മാത്രമാണ് എന്ത്? സദിശ അളവെന്ന് പറയുന്നത് അല്ലെ? വെക്ടർ അല്ലെ? ബാക്കിയെല്ലാം എന്താണ്? ദൂരവും സമയവും മാസും ഒക്കെ അദിശ അളവുകളാണ്. അലൂമിനിയത്തിന്റെ അയിര് ഏതാണ്? ഹേമറ്റൈറ്റ് ആണ്. ഹേമറ്റൈറ്റ് ഇരുമ്പിന്റെ അല്ലേ? ഇരുമ്പ്. കുപ്രൈറ്റ് എന്തിൻ്റെതാണ്? കോപ്പർ. അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. കലാമിൻ എന്തിൻ്റെതാണ്? സിങ്കിൻ്റെതാണ്. അപ്പൊ അലൂമിനിയത്തിന്റെ അയിര് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനമാണ് നമ്മുടെ ഹൈഡ്രജൻ. ഇന്ത്യയുടെ ആദ്യ സൂര്യപഠന ദൗത്യമാണ് ആദിത്യ L1. ഏതൊക്കെ ആഗോള ബഹിരാകാശ ഏജൻസികളുടെ സംയുക്ത ദൗത്യമാണ് നിസാർ? നിസാർ എന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്തു വെച്ചോ. നിസാർ എന്തൊക്കെയാണ്? നാസയുമുണ്ട്, നാസയും നമ്മുടെ ISROയും കൂടി ചേർന്നതാണ്. അതായത് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയായ ISROയും കൂടി ചേർന്നിട്ടാണ് എന്ത് വന്നത്? നിസാർ എന്ന് പറയുന്നത് വന്നത്. ഓക്കെ. അപ്പൊ നമ്മുടെ ഏകദേശം ഒരു 200ഓളം ചോദ്യങ്ങൾ
എത്രയാണ് നമുക്ക് ഏകദേശം 20ഓളം ചോദ്യ പേപ്പറുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് കമൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.